കുറച്ചുപേരും കൂടെയൊക്കെ വീഡിയോ ഓൺ ആക്കാനുണ്ടല്ലോ. കുറച്ചുപേരും കൂടെ വീഡിയോ ഓൺ ആക്കാനുണ്ടല്ലോ. എല്ലാവരും വീഡിയോ ഓൺ ആക്ക് കാണട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും എല്ലാവരും വീഡിയോയില് വരാ. ആരും വീഡിയോ ഓഫാക്കിയിരിക്കരുത്. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും വരാം. ഓക്കെ, കാണട്ടെ, എല്ലാവരും ഒന്ന് കാണട്ടെ. അപ്പോ നമ്മള് വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ്. എന്താണ് പ്രോഗ്രാം? ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ്. അടിപൊളി, സൂപ്പർ. അപ്പൊ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കുറച്ച് നേരം നമ്മൾ നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നൽകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, നല്ല ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക. ഇവിടെ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചർ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അതേപോലെ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഒരു നോട്ട്ബുക്ക് ഇല്ലേ? ഒരു നോട്ട്ബുക്കും അതേപോലെ തന്നെ ഒരു പെൻസിലും എല്ലാവരുടെ കയ്യിലും ഇല്ലേ? അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ സജന ടീച്ചറാണ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, നല്ല രീതിയിൽ തന്നെ നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് നമ്മൾ 1 മണിക്കൂർ സെഷൻ ആയിരിക്കും ഉണ്ടാവുക. 1 മണിക്കൂറും കുറച്ച് നേരം ഉണ്ടാവും. തിങ്കളാഴ്ച മുതൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗിന്റെ ഒരു കോഴ്സ് ഉണ്ട്, 1 മാസത്തെ കോഴ്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ 1 മാസം ടീച്ചർ ട്രെയിനിങ് തരും. അപ്പൊ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അടിപൊളിയാവും, സൂപ്പർ ആവും. അപ്പോ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ ഇത് ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, ഇവർക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ തോന്നും അല്ലെ? നല്ല ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോ എന്ത് രസമാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് കാണാൻ അല്ലെ എന്ന് തോന്നിപ്പോവും. അപ്പൊ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകും, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് പ്രാക്ടീസ് മാത്രമേ ആവശ്യമുള്ളൂ. ഏത് സ്കില്ലായി കഴിഞ്ഞാലും നമുക്ക് നേടിയെടുക്കാം. ഹാൻഡ് റൈറ്റിംഗ് ആയി കഴിഞ്ഞാലും സംസാരിക്കാനുള്ള കഴിവായി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും വിംബിൾ അക്കാദമിയുടെ വളരെ സന്തോഷവും സ്നേഹവും നിറഞ്ഞ സ്വാഗതം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ് ഫാക്കൽറ്റി സജ്ന മുസ്തഫ. അവര് ചന്ദ്രാപിന്നിയാണ്, തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നിയാണ് സ്വദേശം. ഒരു ടീച്ചറാണ്, ട്രെയിനറാണ്, അബാക്കസ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10th സ്റ്റുഡൻസിന് ട്യൂഷൻ നടത്തുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അതേപോലെ തന്നെ എക്സാം എക്സലൻസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്താറുണ്ട്. അപ്പോ മാമിനെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാമിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു. സജന മാം, പ്ലീസ്. Thank you so much, sir. Good evening, all. Sir, echo വരുന്നുണ്ടോ? ഇല്ല, എക്കോ ഇല്ല. മൈക്ക് ഒന്ന് അടുപ്പിച്ച് വെച്ചോ. ഓക്കെ, കുറച്ചുകൂടി അടുക്കട്ടെ. ഓക്കെ. Good evening, all. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. ഓക്കെ, നിങ്ങളുടെ പാരന്റ്സ് അടുത്തുണ്ടോ? പാരന്റ്സ് ഉണ്ടോ അടുത്ത്? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ച് പേരുടെ പാരന്റ്സ് അടുത്തുണ്ടല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സെഷനാണ് അല്ലെ? ഇന്നിപ്പോ പല കുട്ടികളും അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ഹാൻഡ് റൈറ്റിംഗ് ഭംഗി ഇല്ലാതിരിക്കാൻ വേണ്ടി. സർ
എക്കോ ഈ എക്കോ echo ചെറിയ വരുന്നുണ്ട്. എക്കോ മറ്റേ ഫോണിന്റെ ഇത് ഓഫ് ചെയ്താൽ മതി. സൗണ്ട് ഓഫ് ചെയ്യും. മൈക്കല്ല, സൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, വരുന്നില്ല. ഓക്കെ അല്ലേ? ഇപ്പോ മറ്റേ സൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെ അല്ലേ? ഓക്കെ. വലിയ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ പല കുട്ടികളും നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും, പല കുട്ടികൾക്കും നന്നായിട്ട് ഭംഗിയിൽ എഴുതാൻ പറ്റാണ്ടും അതേപോലെ സ്പീഡിലൊക്കെ എഴുതാൻ പറ്റാണ്ടും വിഷമിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയായി കഴിഞ്ഞ് കഴിഞ്ഞാല് അല്ലെങ്കിൽ നല്ല സ്പീഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താണ്, നമുക്ക് നമ്മുടെ സ്റ്റഡീസിലൊക്കെ എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ അക്കാദമിക് സക്സസിന്, അതുപോലെ കോൺഫിഡൻസിന്, പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അതിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ പറയും എപ്പോഴും നല്ല വൃത്തിയിൽ എഴുതും, നീറ്റായിട്ട് എഴുതും എന്നൊക്കെ പറയും അല്ലെ? പക്ഷെ എങ്ങനെയാണ് നീറ്റായിട്ട് എഴുതണ്ടെന്ന് പറഞ്ഞു തരാറുണ്ടോ ടീച്ചേഴ്സ്? ഉണ്ടോ? പറഞ്ഞു തരാറുണ്ട്. ചില ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെയൊക്കെയാണ് ഓരോ ലെറ്റേഴ്സും വേർഡ്സ് ഒക്കെ എങ്ങനെയൊക്കെ എഴുതിയാലാണ് നല്ല ഭംഗിയാവാന്നൊക്കെ ചില ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. കുറെ ടീച്ചേഴ്സ് ഒക്കെ നീറ്റായിട്ട് എഴുതാൻ പറയും അല്ലെ? നോട്ട്ബുക്കിൽ എഴുതിയൊക്കെ വെക്കും, റൈറ്റ് നീറ്റ്ലി അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെക്കും അല്ലെ? അപ്പോ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടെ നല്ല ഭംഗിയാക്കാം എന്നുള്ളതിനെ കുറിച്ചും കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പോ നിങ്ങൾ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ചാറ്റ് ബോക്സിൽ ഒന്ന് ചെയ്യോ, മെസ്സേജ് ചെയ്യോ, ടൈപ്പ് ചെയ്യോ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് അറിയോ? ചാറ്റ് ബോക്സ് എടുത്തിട്ട് ചെയ്യാൻ അറിയോ? യെസ്, അറിയാം. അപ്പൊ പാരന്റ്സ് അടുത്തുള്ളവരാണെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സ് എടുക്കുക, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, 4th പഠിക്കുന്നുണ്ട്, 2nd പഠിക്കുന്നുണ്ട്. ആണോ? 2nd ആവാൻ പോവാണ് അല്ലെ? വെക്കേഷൻ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോ 2nd ആവും. അഗെയിൻ 4th പഠിക്കുന്നുണ്ട്, 6th പഠിക്കുന്നുണ്ട്, 2nd ഉണ്ട്. ഓക്കെ, വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 8th അല്ലെങ്കിൽ 9th? 9th പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്, 8th ഉണ്ട്. നിങ്ങള് ഫസ്റ്റ് 1 തൊട്ട് 9th വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 5th പഠിക്കുന്നുണ്ട്. ഓക്കെ, ആർക്കൊക്കെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ്, സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമാണ്? ഹൗ മെനി ഓഫ് യു ലവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്? ആർക്കൊക്കെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് റൈസ് ചെയ്ത്, ഹാൻഡ് റൈസ് ചെയ്ത് എല്ലാവരും വീഡിയോ നോക്കട്ടാ. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമുള്ളവരൊന്ന് റൈസ് ചെയ്ത്, ഹാൻഡ് റൈസ് ചെയ്തേ. ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? ഓക്കെ, യെസ്. ഐഡിൻ ഇഷ്ടമുണ്ട് ഹാൻഡ് റൈറ്റിംഗ്. വേദ. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ സ്കൂളില് ഹാൻഡ് റൈറ്റിംഗ് നന്നാവാത്ത ടീച്ചേഴ്സ് വഴക്ക് പറയാറുണ്ടോ? വഴക്ക് പറയാ മീൻസ് ഇങ്ങനെ കുറച്ച് അല്ലെങ്കിൽ നോട്ട്ബുക്കിലൊക്കെ റൈറ്റ് നീറ്റ്ലി എന്നൊക്കെ എഴുതിയേക്കാറുണ്ടോ? അല്ലെങ്കിൽ കംപ്ലീറ്റ്, ചിലപ്പോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല നോട്ട്. യെസ്, ഇല്ല, ഒരാൾ പറയുന്നില്ലാന്ന് ചെയ്യാറുണ്ടോ? അങ്ങനെ ടീച്ചറ് കുഴപ്പമില്ല, അങ്ങനെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാക്കാം, അത് പ്രശ്നമില്ല. ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? റൈറ്റ് നീറ്റ്ലി എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ടോ ടീച്ചർ? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ
പാരന്റ്സിന്റെ അടുത്തോ ഒക്കെ പറയാറുണ്ടോ ടീച്ചർ കുറച്ചും കൂടെ നന്നായിട്ട് വൃത്തിയിൽ എഴുതാനൊക്കെ പറയാറുണ്ടോ നോട്ട്ബുക്കില്? യെസ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലേ. ചിലപ്പോ നല്ല ഭംഗിയിലെഴുതും, ചില സമയത്ത് നിങ്ങൾക്ക് ഒരു മൂടൊന്നും ഉണ്ടാവില്ല, അപ്പൊ നിങ്ങൾ അത്ര ഭംഗിയല്ലാണ്ടൊക്കെ എഴുതി വെക്കും അല്ലേ. അപ്പൊ ടീച്ചർ നോട്ട് ചെക്ക് ചെയ്യുമല്ലോ, അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കും അല്ലേ. റൈറ്റ് നീറ്റ്ലി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും, വൃത്തിയായിട്ട് എഴുതാനൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കും. അതുപോലെ ചിലപ്പോ നിങ്ങളുടെ ടീച്ചർ ബോർഡില് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതി തരുമായിരിക്കും. അപ്പൊ ടീച്ചർ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് എഴുതിയിരിക്കുമ്പോഴത്തേക്കും ടീച്ചർ എന്തെങ്കിലും ബോർഡ് റബ് ചെയ്യും അല്ലേ. നിങ്ങളുടെ എന്താണ് കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആവുമ്പോൾ ടീച്ചർ നോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് എഴുതിയിരിക്കും അല്ലേ. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കംപ്ലീറ്റ് ആവാൻ പറ്റാണ്ട്, അതായത് ടീച്ചർ ബോർഡിൽ എഴുതുമ്പോഴത്തേനും നമ്മള് എഴുതി വരുമ്പോഴത്തേനും ഫുള്ള് കഴിയുമ്പോഴത്തേനും ടീച്ചർ റബ് ചെയ്യും ബോർഡ്. അപ്പൊ നമ്മുടെ നോട്ട് കംപ്ലീറ്റ് അല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ ചിലപ്പോ പാരന്റ്സ് വഴക്ക് പറയും, ട്യൂഷന് പോണി ട്യൂഷൻ ടീച്ചർ വഴക്ക് പറയും അല്ലെ. നോട്ട് കംപ്ലീറ്റ് അല്ലാണ്ട് ടീച്ചർ വഴക്ക് പറയും അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ നിങ്ങള് നിങ്ങളോട് ഒരു പേപ്പർ തന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് എന്തെങ്കിലും അറിയില്ലല്ലോ. അവർക്ക് ഒരു ടൈം ഉണ്ട്, ആ ടൈം കഴിയുമ്പോ പേപ്പർ വാങ്ങിക്കും, തിരിച്ചു വാങ്ങും അല്ലെ. ടീച്ചർ പേപ്പർ തിരിച്ചു വാങ്ങിക്കും അല്ലെ. അപ്പോ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഉണ്ടാവാറുണ്ടോ? നോ, ഇല്ല. എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എക്സാം കംപ്ലീറ്റ് നിങ്ങൾ സ്പീഡിൽ ഏതാണ്ട് പതുക്കെ എഴുതിയിട്ട് കംപ്ലീറ്റ് ആവാണ്ട് നിങ്ങൾക്ക് എല്ലാ ആൻസറും കിട്ടുന്നതാ? കുറച്ചു പേരൊക്കെ യെസ് പറയുന്നുണ്ട്, കുറച്ചു പേരൊക്കെ നോ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ചിലപ്പോ അങ്ങനത്തെ ഉണ്ടാവും അല്ലെ. നമ്മൾക്ക് എല്ലാ ആൻസറും കിട്ടുന്നതായിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനെ പതുക്കെ സ്ലോവില് സ്പീഡ് അല്ലാണ്ട് എഴുതി വന്നിട്ട് ലാസ്റ്റ് വരുമ്പോഴെന്തായിരിക്കും, പേപ്പർ വാങ്ങിയിട്ട് ഈ ടീച്ചർ പോവും, നിങ്ങളുടെ മാർക്കും പോവും അല്ലേ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഒരുപാട് ടീച്ചേഴ്സ് ബോർഡിൽ എഴുതിയിടും ഇല്ലേ, ഉണ്ടോ? യെസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടയേർഡ് ആവാറുണ്ടോ? അതായത് നിങ്ങളുടെ കൈ കഴിക്കാറുണ്ടോ കുറെ ഇങ്ങനെ എഴുതുമ്പോ? അല്ലെങ്കിൽ ടീച്ചർ ചിലപ്പം 3 times 5 times എഴുതാനൊക്കെ തരൂലേ, എഴുതി പഠിക്കാനൊക്കെ. അപ്പൊ നിങ്ങൾ കുറെ എഴുതുമ്പോ കൈയൊക്കെ കഴിക്കാറുണ്ടോ? യെസ്, ഉണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് പേരൊക്കെ റെസ്പോൺസ് ചെയ്യണുള്ളൂ കേട്ടോ. റെസ്പോണ്ട് ചെയ്യുന്നില്ല എല്ലാരും. കുറെ പേരൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാനുള്ള ഒന്ന്. എല്ലാരും റെസ്പോണ്ട് ചെയ്യേ. സംടൈംസ് ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, കുറെ നോട്ട്സ് ഒക്കെ എഴുതുമ്പോ കൈയൊക്കെ കഴിക്കും, ടയേർഡാവും, കൈ ടയേർഡാവും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് വായിച്ചു നോക്കുമ്പോ മനസ്സിലാവാണ്ടുണ്ടാവാറുണ്ടോ? നിങ്ങൾ എഴുതിയത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടോ? നിങ്ങൾ എഴുതിയത് ചിലപ്പോഴൊക്കെ നോ, കുറെ പേര് യെസ്, കുറെ പേര് നോ. കുഴപ്പമില്ല കേട്ടോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പൊ ശരിക്കും നമ്മൾക്ക് എന്തൊക്കെയാ വേണ്ടത്? ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയായിരിക്കാൻ വേണം. പിന്നെന്താണ്, സ്പീഡും വേണം അല്ലേ. ഹാൻഡ് റൈറ്റിംഗ് മാത്രം നല്ല ഭംഗിയായി, നമ്മൾ സ്പീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. നമ്മൾക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സാമിന് നമ്മൾക്ക് പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അറിയണത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാ, സ്പീഡും വേണം, പിന്നെ നമ്മളുടെ ഭംഗി ഉണ്ടായിരിക്കണം. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ വളരെ നീറ്റായിട്ട് നല്ല വൃത്തിയിൽ ഉണ്ടായിരിക്കണം അല്ലേ. അതാണ് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്കൊരു ടാസ്ക് ചെയ്തല്ലോ. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരുകയാണ് കേട്ടോ. ഞാനൊരു സെന്റൻസ് കാണിക്കാം, അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് കോപ്പി ചെയ്യണം.
നോക്കിയിട്ട് കോപ്പി ചെയ്യണം ട്ടോ. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? നോട്ട് ബുക്ക് മനസ്സിലാക്കിയില്ലേ എല്ലാവരുടെ അടുത്തും? ഓക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ചില കുട്ടികൾക്ക് എന്താണ് ടീച്ചർ വഴക്ക് പറയുന്ന പ്രശ്നം, പാരന്റ്സ് വഴക്ക് പറയുന്ന നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട്, പിന്നെ എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റണില്ല, ടൈമിനുള്ളിൽ സ്പീഡ് കുറവ്, സ്ലോ ആണ്, റൈറ്റിംഗ് സ്ലോ ആണ്, അതുകൊണ്ട് മാർക്കൊക്കെ ലോസ്റ്റ് ആയി പോകുന്നു. ചില കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് 5 ടൈംസും 10 ടൈംസ് ഒക്കെ എഴുതാം. ടീച്ചർ ഹോംവർക്ക്സ് ഒക്കെ തരുമ്പോൾ കുറച്ച് എഴുതുമ്പോഴത്തേനും കൈ കഴിക്കുന്നു. പിന്നെ ചിലവർക്കാണെങ്കിൽ സ്വന്തം ബുക്ക് വായിക്കാനേ മനസ്സിലാവണില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലേ ഹാൻഡ് റൈറ്റിംഗ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് അടിപൊളിയാക്കാനായിട്ട് പറ്റും ട്ടോ. ഓക്കെ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ, പിന്നെ നിങ്ങൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സും ഫ്രണ്ട്സ് ഒക്കെ വാവ് ഇങ്ങനെ പറയണം. എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? വാവ് എന്ന് പറയണം. അത്ര അടിപൊളിയായിരിക്കണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് വെക്കേഷൻ അല്ലേ, നമ്മള് വീട്ടിൽ വെറുതെ ഇരിക്കണല്ലോ. അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ, ഒരു 30 മിനിറ്റ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് സ്കൂളൊക്കെ തുറന്ന് വരുമ്പോഴത്തേനും അടിപൊളിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ സിംഗിൾ ലൈൻ്റെ നോട്ട്ബുക്ക് അല്ലേ എല്ലാവരും എടുത്തിട്ടുള്ളത്? വരെയുള്ളതല്ലേ? യെസ്. ഓക്കെ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ എഴുതിയേക്കുന്നത് കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് വായിച്ച് ഞാൻ എഴുതിയിട്ട് കാണുന്നില്ല? Passport to success is a sign of healthy mind. Yes, very good. ആരെ വായിച്ചാളുടെ പേര് പറഞ്ഞു? Handwriting is a passport to success. It's the sign of healthy mind. Good handwriting is a Design sign of mind. എന്താ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് സക്സസിലേക്കുള്ള ഒരു പാസ്പോർട്ടാണ്. നമുക്ക് പുറത്ത്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം അല്ലേ? അതുപോലെ നമ്മൾക്ക് സക്സസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗും വേണം. ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് എ പാസ്പോർട്ട് ടു സക്സസ്. സക്സസിലേക്കുള്ള ഒരു പാസ്പോർട്ടാണ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഹെൽത്തി മൈൻഡ്. ഇതൊരു ഹെൽത്തി മൈൻഡിന്റെ ഒരു സൈൻ ആണ്. എല്ലാവരും ഒന്ന് കോപ്പി ചെയ്തേ. ചെറിയ ക്ലാസ്സിലെ കുട്ടികളില്ലേ, ഫസ്റ്റ് സെന്റൻസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഫസ്റ്റിലെയും സെക്കൻഡിലെയും തേർഡിലെയും കുട്ടികളൊക്കെ ഫസ്റ്റ് സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. തെറ്റിപ്പോയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലോ അല്ലെങ്കിൽ വേർഡ് മിസ്സായാലൊന്നും പ്രശ്നമില്ല. നമ്മളിത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുൾ എഴുതട്ടെ? ഫുൾ എഴുതാൻ പറ്റുന്നവരൊക്കെ ഫുൾ എഴുതിക്കോ. ഞാൻ കുറച്ച് ടൈമാണ് തന്നേക്കണത് കേട്ടോ. 1 മിനിറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് സമയം ഇത് എഴുതാനായിട്ടുള്ള. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ ഭയങ്കര സ്പീഡിൽ എഴുതണ്ട കേട്ടോ. നിങ്ങൾ സാധാരണ സ്കൂളിലൊക്കെ എഴുതൂലേ, നോർമൽ സ്പീഡ് നിങ്ങളുടെ എങ്ങനെയാ, ആ സ്പീഡിൽ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യട്ടോ. ഫസ്റ്റിലെ സെക്കൻഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, തേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് എ പാസ്പോർട്ട് ടു സക്സസ്. അത്ര എഴുതിയാൽ മതി കേട്ടോ. ബാക്കിയുള്ള ഒരു ഫുൾ സെന്റൻസ് എഴുതാം. യെസ്, ഫിനിഷ് ചെയ്തു. ടീച്ചർ, ഇത് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് എ പാസ്വേർഡ് ടു സക്സസ്. ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ഹെൽത്ത് മൈൻഡ് എഴുതണോ? യെസ്, എഴുതിക്കോ. എഴുതാൻ കിട്ടില്ലേ? എഴുതാൻ കിട്ടുന്നവരൊക്കെ എഴുതി വെച്ചോ, നോ പ്രോബ്ലം. തെറ്റാലൊന്നും പ്രശ്നമില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലോ വേർഡ് മിസ് ചെയ്താലൊന്നും പ്രശ്നമില്ല കേട്ടോ. നോ പ്രോബ്ലം. എഴുതി കഴിഞ്ഞോ? ഇല്ല മാം. ഓക്കെ, എഴുതും. നിങ്ങൾ സാധാരണ എങ്ങനെയാ സ്കൂളിൽ എഴുതാറ്? യെസ്, ഫിനിഷ് മാം. ഓക്കെ, ഫിനിഷ്ഡ്. ഓക്കെ, വെരി ഗുഡ്. ഫിനിഷ് മാം. ഓക്കെ, വെരി ഫിനിഷ് മാം. വെരി ഗുഡ്. ഫിനിഷ് മാം. വെരി ഗുഡ്.
Finish, കുറെ ma'am. പേരൊക്കെ ഫിനിഷ് ചെയ്തു അല്ലേ? Yes. Finish, ma'am. ഓക്കെ സ്റ്റോപ്പ് ചെയ്തു ട്ടാ. ഇനി കംപ്ലീറ്റ് ആയാൽ വിഷമിക്കൊന്നും വേണ്ട, നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾക്ക് അത് റെഡിയാകാൻ വേണ്ടിയിട്ടല്ലേ നമ്മള് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഫിനിഷ് ചെയ്തു അല്ലേ? ഇനി നിങ്ങള് നിങ്ങളുടെ ഇപ്പൊ എഴുതിയില്ലേ, ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് പാസ്പോർട്ട് ടു സക്സസ്, ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ഹെൽത്തി മൈൻഡ്. ഇങ്ങനെ എഴുതി വെച്ചില്ലേ? അതിന് നിങ്ങൾ ഒരു മാർക്ക് ഇടണം. നിങ്ങൾ എഴുതിയതിന് നിങ്ങൾ തന്നെ ഒരു മാർക്ക് ഇടണം. ഔട്ട് ഓഫ് 10, 10 മാർക്ക് ഇടണം കേട്ടോ. 10 നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന, 10 5 ആണെങ്കിൽ 5 എന്ന് ഇടണം, 8 ആണെങ്കിൽ 8 മാർക്സ് ഇടണം, 7 ആണെങ്കിൽ 7 മാർക്സ് ഇട്ടു. അപ്പൊ എങ്ങനെയാ മാർക്ക് ഇടുക? വെറുതെ നോക്കണം എങ്ങനെയാണ് ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ഇടണമെങ്കിൽ. നിങ്ങളാണ് മാർക്ക് ഇടുന്നത് ചോദിച്ചാൽ 10 ഔട്ട് ഓഫ് 10 ഒന്നും ഇട്ടേക്കരുത് കേട്ടോ. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണോ അതിന് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുക. മാർക്ക് ഇടുന്നത് വെറുതെ ടീച്ചേഴ്സ് ഒക്കെ പേപ്പർ നോക്കുമ്പോ വെറുതെ ഇങ്ങനെ മാർക്ക് ഇടല്ലോ, നോക്കൂലേ? അതുപോലെ നോക്കിയോ നിങ്ങൾ എന്തൊക്കെയാ നോക്കേണ്ടത്? അതായത് നിങ്ങൾ എഴുതിയേക്കണ ആ ഒരു സെന്റൻസ്, അതിലത്തെ ലെറ്റേഴ്സ് ഒക്കെ ഇല്ലേ, ABCD ആൽഫബറ്റ്സ് ഒക്കെ ഇല്ലേ, അതെല്ലാതും സെയിം സൈസ് ആണോ, ഒരേ വലുപ്പത്തിലാണോ നോക്കുക. അതുപോലെ ലൈനിൽ തന്നെ ടച്ച് ചെയ്തിട്ടുണ്ടോ നോക്കുക. നിങ്ങളുടെ സിംഗിൾ ലൈൻ ബുക്കിലാണ് എഴുതിയതല്ലേ, ടച്ച് ചെയ്തിട്ടുണ്ടോ നോക്കുക. അതുപോലെ ഓരോ വേർഡ് കഴിയുമ്പോഴും ഇപ്പോ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് കഴിഞ്ഞ സ്പേസ് വേണം. ഈസ് കഴിഞ്ഞ സ്പേസ് ഒക്കെ കറക്റ്റ് ആണോ, ഒരേ സ്പേസ് ആണോ നോക്കണം. ലെറ്റർ ഒക്കെ സെയിം സൈസ് ആണോ നോക്കണം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അതേപോലെ തന്നെ ടൈമിന് കംപ്ലീറ്റ് ചെയ്തോ നോക്കുക. ടീച്ചർ ഒരു ടൈം പറഞ്ഞല്ലോ, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ലെറ്റർ ഒക്കെ ഒരേ ഹൈറ്റിലാണോ, അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ഇടണമെങ്കിൽ കേട്ടോ. വെറുതെ ചുമ്മാ അങ്ങനെ ഒരു മാർക്ക് ഇട്ട് വെക്കരുത്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊരു മാർക്ക് ഇട്ട് വെക്കണം. ഓക്കെ, സൈസ് കറക്റ്റ് ആണോ, ഭംഗിയുണ്ടോ, എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ്. യെസ്, എന്താ? വാഷ്റൂം പോട്ടെ. ഓക്കെ പോയിട്ടോ. ടീച്ചർ എല്ലാരും മാർക്ക് ഇട്ടോ? ടീച്ചർ യെസ് പറഞ്ഞോളൂ. ഞാൻ മറ്റേ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എഴുതിയില്ല ഫുൾ എഴുതിയില്ല, കുഴപ്പമില്ല കേട്ടോ, നോ പ്രോബ്ലം. അതൊക്കെ നമ്മൾ റെഡിയാവും. സ്പീഡൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യണത് കേട്ടോ. അത് ടീച്ചർ ചോദിച്ചത് സ്പീഡൊക്കെ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചത് അതാണ് കേട്ടോ. കറക്റ്റ് സ്പീഡിൽ എഴുതുമ്പോഴാണ് നമ്മൾക്ക് ആ ടൈമിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചല്ലോ, അതവിടെ ഇരുന്നോട്ടെ കേട്ടോ. മാർക്ക് കിട്ടില്ല എല്ലാരും? ഔട്ട് ഓഫ് 10 ഇടേണ്ടത്. 10 നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും ഇടാം. 7 മാർക്സ് ആണോ, 9 മാർക്സ് ആണോ, 8 ആണോ, 6 ആണോ, 5 ആണോ, 4 ആണോ, 3 ആണോ, 2 ആണോ, 1 ആണോ, എത്രയായാലും കുഴപ്പമില്ല കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നിങ്ങൾ മാർക്ക് കിട്ടും. ഇനി നമ്മളെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു അല്ലേ. ഇപ്പൊ നിങ്ങള് എപ്പോഴും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. നിങ്ങളെ പാരന്റ്സ് ഒരു കോഴ്സിനൊക്കെ ചേർത്തും, പിന്നെ എക്സാമിന് വേണ്ടിയിട്ടായാലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്യും, ട്യൂഷനൊക്കെ പോവും, അങ്ങനെയൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതാറില്ല അല്ലേ. നമ്മള് ഹാൻഡ് റൈറ്റിംഗിന്റെ കുറച്ച് ഭംഗിയാക്കാറായിട്ടുള്ള പ്രാക്ടീസുകളോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല. വേറെ പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യും. എക്സാമിനൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പഠിച്ചു പോവും. പക്ഷേ എന്താണ്, ചില കുട്ടികള് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ പേര് നീന, ടീന ഇങ്ങനെയായിരുന്നു. ആ ഫ്രണ്ട്സിന്റെ പേര് നീനയും ടീനയും. 2 പേരും ഒരുപോലെ പഠിക്കുന്ന കുട്ടികളാ, സ്റ്റഡീസ് ഒക്കെ ഒരേപോലെ പഠിക്കുന്ന കുട്ടികളാ. പക്ഷെ പേപ്പർ ടീച്ചർ നോക്കുമ്പോ നീന നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ടീന എഴുതിയേക്കുന്നത് വായിക്കുന്നത് ടീച്ചർക്ക് മനസ്സിലാവണില്ല, ക്ലിയർ ആവുന്നില്ല. അപ്പൊ നീന നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആർക്കാ മാർക്ക് കൂടുതൽ കിട്ടുക? നീനക്കാണോ ടീനക്കാണോ? രണ്ടുപേരും സെയിം ആൻസർ തന്നെ എഴുതിയിരിക്കണത്. രണ്ടുപേരും സെയിം ആൻസർ തന്നെ, രണ്ടാളുടെ ആൻസർ കറക്റ്റാ. പക്ഷെ ടീന എഴുതിയിരിക്കുന്നത് ടീച്ചർക്ക് മനസ്സിലാവണില്ല.
ലീന നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ലീനക്കല്ലേ മാർക്ക് കിട്ടാ, കൂടുതൽ മാർക്ക് കിട്ടാ? യെസ്, ലീനക്കാണ് കൂടുതൽ മാർക്ക് കിട്ടാ അല്ലെ? അപ്പൊ എന്താ അത്? അതായത് ലീന അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റേത് ലീനയുടെ പേപ്പർ നോക്കുമ്പോ തന്നെ ടീച്ചർക്ക് ഭയങ്കര സന്തോഷം തോന്നും. ടീച്ചർ മനഃപൂർവ്വമായിട്ട് ഒന്നുമല്ല, ലീനക്ക് ടീച്ചർ കൂടുതൽ മാർക്ക് ചിലപ്പോൾ ഇട്ട് കൊടുക്കും. അത് ടീച്ചർ ഇങ്ങനെ മനഃപൂർവ്വം ഇട്ട് കൊടുക്കണമെന്നല്ല, ടീച്ചർക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോ അതിന്റെ ഭംഗി കാരണം കൊണ്ട് അങ്ങനെ ടീച്ചർ അറിയാണ്ട് അങ്ങനെ ഇട്ട് പോയതാണ് ആ മാർക്ക്. പക്ഷെ ടീനയുടെ വായിക്കാൻ ടീച്ചർക്ക് മനസ്സിലാവണില്ല. അപ്പൊ ടീച്ചർക്ക് ഒരു സന്തോഷമില്ല. ടീച്ചർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വായിക്കാനൊക്കെ, പേപ്പർ വായിക്കാൻ നീറ്റല്ല. അപ്പൊ ആൻസർ ഒക്കെ ശരിയാ, പക്ഷെ നീനയുടെ അത്രയും മാർക്ക് ടീനക്ക് ഇട്ട് കൊടുത്തില്ല. അത് എന്താ? ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും, നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ എപ്പോഴും അടിപൊളിയാക്കാനും നമ്മുടെ നോട്ട്സും അതുപോലെ നമ്മുടെ ആൻസർ ഷീറ്റും ഒക്കെ നീറ്റാക്കി തയ്ക്കാനും നോക്കണം. അപ്പൊ നിങ്ങള് നീറ്റ് മാത്രല്ല, മിസ് പറഞ്ഞ സ്പീഡും വേണം അല്ലേ? നീറ്റ്നെസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ എഴുതി വന്നു, പക്ഷെ സ്പീഡ് ഇല്ല. അപ്പൊ നമ്മളുടെ ഫുൾ എഴുതി തീർന്നില്ല, നോട്ട്സ് കംപ്ലീറ്റ് ആയില്ല, അല്ലെങ്കിൽ പേപ്പർ ഫുൾ എഴുതി തീർന്നില്ല. അപ്പോഴെന്തായിരിക്കും നമ്മളുടെ മാർക്ക് കുറയൂലേ അല്ലെ? അപ്പൊ നമ്മൾക്ക് നീറ്റ്നെസ്സും വേണം, സ്പീഡും വേണം. അതിന്റെ ഒപ്പം സ്പീഡും വേണം അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾക്ക് എന്താണ്, അല്ലെ ചില കുട്ടികൾക്ക് ഉണ്ട്, മിസ്സിന്റെ അടുത്ത് പറയാറുണ്ട്, മിസ്സേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല, പരീക്ഷയ്ക്ക് എക്സാമിന് മാർക്ക് കിട്ടോ, പബ്ലിക് എക്സാമിനൊക്കെ മാർക്ക് കിട്ടുമോ ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ നമുക്ക് കോൺഫിഡൻസ് കൂടും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആവുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും, പഠിക്കാനായിട്ട് ഇഷ്ടമാവും. ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരും നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി വാവ് എന്നൊക്കെ പറയും, അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്താവും? ഭയങ്കര സന്തോഷമാവും അല്ലേ? നമ്മളെ അവർക്ക് അഭിനന്ദിക്കുമ്പോ നമുക്ക് സന്തോഷാവില്ലേ? ഹാൻഡ് റൈറ്റിംഗ് നോട്ടൊക്കെ നല്ല നീറ്റാക്കി വെച്ചൊക്കെ കണ്ടിട്ട്. നിങ്ങൾ സ്കൂളിൽ ഒരു ദിവസം ആബ്സെന്റ് ആയി എന്ന് വിചാരിക്കും. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് വേറൊരു കുട്ടിയുടെ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വാങ്ങിത്തരും അല്ലെ? അപ്പൊ നിങ്ങൾ നന്നായിട്ട് എഴുതിയവരുടെ നോട്ടല്ലേ വാങ്ങിക്കുക? നിങ്ങൾക്ക് എന്തായിരിക്കുമല്ലോ ഇഷ്ടം? നല്ല ഭംഗിയിൽ എഴുതിയവരുടെ നോട്ടായിരിക്കും നിങ്ങൾക്ക് കോപ്പി ചെയ്യാനായിട്ട് ഇഷ്ടം അല്ലേ? കാരണം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഭംഗിയിൽ എഴുതാത്തവരെ, വൃത്തിയില്ലാണ്ട് എഴുതാത്തവരൊക്കെ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോ അക്ഷരങ്ങളിലേക്ക് തിരിയൂല. വേർഡ്സ് ഒന്നും വായിക്കുമ്പോ നിങ്ങൾക്ക് തിരിയൂല അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള നോട്ട്ബുക്ക് ആയിരിക്കും നിങ്ങൾ വാങ്ങിക്കും. അതേപോലെ തന്നെയാണ് എല്ലാവർക്കും നമ്മുടെ നോട്ട് ബുക്ക് കാണുമ്പോ സന്തോഷമാവണം. നല്ല നമ്മുടെ ഭംഗി, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് നന്നായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അപ്പൊ സ്ട്രെസ് ഒക്കെ കുറയും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസുകളൊക്കെ തരൂലേ എഴുതാനായിട്ടൊക്കെ? വല്ല സ്റ്റോറി എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ തരൂലേ? വല്ല റൈറ്റപ്പ് ഒക്കെ എന്തെങ്കിലും എഴുതാനൊക്കെ തരുമ്പോ നമുക്ക് എഴുതാനൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും. സ്പീഡിലൊക്കെ എഴുതാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല്, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? അത് അപ്പൊ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നായി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഹോംവർക്ക് ഒക്കെ ചെല്ലുമ്പോൾ ചില കുട്ടികളുണ്ട്, അവർക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ അറിയാം, പക്ഷെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, എഴുത്തൊക്കെ ഭയങ്കര സ്പീഡ് കുറവാണ്. അപ്പൊ അവർക്ക് എന്താവും? ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് എന്തായിരിക്കും? ഒരു മടിയായിരിക്കും, ഹാൻഡ് റൈറ്റിംഗ് നന്നാവാത്ത കാരണം കൊണ്ടല്ലേ? അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇനി എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ നന്നായിട്ടൊക്കെ എഴുതൂലേ? നോട്ട്ബുക്കിലൊക്കെ നീറ്റായിട്ടൊക്കെ സ്കൂളിൽ തുറക്കുമ്പോഴൊക്കെ. ഓക്കെ. അപ്പൊ മിസ് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെയൊക്കെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാം. ഓക്കെ. അതിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആദ്യം തന്നെ മിസ് ഒരു പിക്ചർ കാണിക്കാം. നമ്മൾ എങ്ങനെയാ പെൻസില് അല്ലെങ്കിൽ പെൻ എങ്ങനെയാ പിടിക്കേണ്ടെന്ന് കാണിക്കാം കേട്ടോ. നിങ്ങൾ എങ്ങനെയാ പെൻസിൽ പിടിക്കണം അത് ആദ്യം നോക്കട്ടെ. നിങ്ങൾ പെൻസിൽ എങ്ങനെയാ പിടിക്കണം നോക്കട്ടെ, ഒന്ന് കാണിച്ചേ. യെസ്, പെൻസിൽ എങ്ങനെയാ പിടിക്കണമെന്ന് കാണിക്കാം. എല്ലാവരും കാണിക്കുന്നില്ലല്ലോ. കുറച്ച് പേരൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരൊന്നും മിസ്സിന് അറിയില്ല. കാണുന്നുണ്ട് പക്ഷെ മിസ് ഇട്ടാ എല്ലാവരും കാണിക്കുന്നത് പെൻസിൽ പിടിക്കണത് കാണുന്നുണ്ട്. ഓക്കെ.
കുറെ പേര് വീഡിയോ ഉണ്ടാക്കിയിട്ടേ ഇല്ല. Good handwriting is a first. കണ്ടോ, നമ്മുടെ പെൻസില് അല്ലെങ്കിൽ പെന്ന് പിടിക്കുമ്പോ എന്താണ് നമ്മുടെ ഫിംഗർ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നിബിന്റെ അടുത്തേക്ക് വരാനും പാടില്ല. പെൻസിലിന്റെ മുനയില്ലേ നിബ് അവിടേക്ക് വരാനും പാടില്ല. ഭയങ്കര അകലത്തിൽ വെക്കാനും പാടില്ല കേട്ടോ. ഭയങ്കര അടുത്തേക്ക് പിടിക്കാനും പാടില്ല. അതായത് ഫിംഗർ പിടിക്കൂലേ, അത് നിബിന്റെ ഭയങ്കര അടുത്തേക്ക് വരാനും പാടില്ല. പിന്നെന്താണ്, ഭയങ്കര അകലേക്ക് മുകളിലേക്ക് പൊക്കാനും പാടില്ല. മനസ്സിലായോ? ഭയങ്കര താഴ്ത്തേക്കും വരാനും പാടില്ല, ഭയങ്കര മുകളിലേക്കും വരാനും പാടില്ല. അങ്ങനെയാണ് നമ്മൾ പെണ്ണ് പിടിക്കുക. പിന്നെ നമ്മൾ പിടിക്കുന്ന നമ്മുടെ പെണ്ണൊക്കെ എടുക്കുമ്പോൾ എന്താണ്, ഭയങ്കര മെലിഞ്ഞിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള പെണ്ണെടുക്കാൻ പാടില്ല. ഭയങ്കര വണ്ണുള്ള പെണ്ണൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഇതിന് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ നമ്മൾ പിടിക്കുന്നത് ഒരുപാട് താഴത്തേക്ക് നമ്മുടെ ഫിംഗർ വെച്ച് കഴിഞ്ഞാല് പെൻസിലിന്റെ ആ മുനയില്ലേ അതിന്റെ അടുത്തേക്ക് ഒരുപാട് അടുത്തേക്ക് വെക്കാൻ പാടില്ല. അപ്പോഴും സ്പീഡ് പറയും. ഒരുപാട് മേലൊക്കെ കയറ്റും വെക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നോക്കിയാൽ നിങ്ങൾ ഇതിൽ കാണുന്നത്, ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ കാണിക്കാം. ഓക്കെ, നിങ്ങൾ പെണ്ണ് പിടിക്കണതൊന്നും നോക്കട്ടെ. ഒന്നും കൂടെ പിടിച്ചേ. പെണ്ണല്ലെങ്കിൽ പെൻസിൽ പിടിക്കണത്. പെണ്ണല്ലെങ്കിൽ പെൻസിൽ നമ്മൾ എങ്ങനെയാ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഏത് ഫിംഗറാ? തം ഫിംഗർ. ഓക്കെ, ഇതോ? നെക്സ്റ്റ് Index finger. ഇനി ഫിംഗർ അല്ലേ? നടുക്കിലുള്ളത് മിഡിൽ ഫിംഗർ അല്ലെ? അപ്പൊ ഈ തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഈ 3 ഫിംഗർ വെച്ചിട്ടാണ് നമ്മള് പെൻ അല്ലെങ്കിൽ പെൻസിൽ പിടിക്കുക അല്ലെ? അതെങ്ങനെ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഫസ്റ്റ് നമ്മള് ഈ തമ്പും ഇൻഡെക്സും ഇല്ലേ അത് ഇതുപോലെ വെക്കണം. കാണുന്നുണ്ടോ? തമ്പും ഇൻഡെക്സും വെക്കണം. നമ്മുടെ മിഡിൽ ഫിംഗർ ഉണ്ടല്ലോ, മിഡിൽ ഫിംഗർ സപ്പോർട്ട് ആയിട്ടാണ് വെക്കുന്നത്. മിസ് ഒരു പിക്ചർ കാണിച്ചില്ലേ? അങ്ങനെയാണ് ശരിക്കും പെണ്ണ് പഠിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിട്ടും സ്പീഡായിട്ടും എഴുതാൻ പറ്റും കേട്ടോ. ട്രൈപോഡ് ഗ്രിപ്പ് എന്നാണ് ഇതിനെ നമ്മൾ പറയാ. ഗ്രിപ്പ് ഇങ്ങനെയാണ് വരേണ്ടത്. ആ പിക്ചർ ഒന്നും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെയാണോ പിടിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനിയിപ്പോ നിങ്ങള് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് നമ്മുടെ റൈറ്റിംഗ് കുറച്ചും കൂടെ സ്പീഡാവും. കണ്ടില്ലേ? ഇങ്ങനെയാണോ നിങ്ങൾ പിടിക്കുന്ന? ആരൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്? യെസ്, കുറെ പേരൊക്കെ ഇങ്ങനെ തന്നെയാ പിടിക്കണത് അല്ലേ? യെസ്, ചില കുട്ടികൾ ഡിഫറെന്റ് ആയിട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിടിക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര സ്പീഡിലും സ്മൂത്ത് ആയിട്ടും എഴുതാൻ പറ്റില്ല. പിന്നെ നമ്മൾക്ക് കൈയൊക്കെ പെട്ടെന്ന് കഴിക്കും. കുറച്ച് എഴുത്തുമ്പോഴത്തേനും കൈ കഴിക്കണ പോലെയൊക്കെ തോന്നും. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ പെൻസിൽ പിടിക്കേണ്ട ആ ഒരു മെത്തേഡ് കേട്ടോ. നന്നായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ, സ്മൂത്ത് ആയിട്ടും സ്പീഡി ആയിട്ടും എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത്. അപ്പൊ ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടെ എല്ലാവരും. ഓക്കെ, പെൻസിൽ അല്ലെങ്കിൽ പെണ്ണ് പിടിക്കണ്ടേ? മനസ്സിലായോ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഭയങ്കരമായിട്ട് താഴത്തേക്കും പിടിക്കാൻ പാടില്ല, നമ്മളെ ഫിംഗർ വെക്കാൻ പാടില്ല. ഭയങ്കരമായിട്ട് മുകളിലേക്ക് കയറ്റും പിടിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പേപ്പർ വെക്കണത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്ക് നിങ്ങൾ എങ്ങനെയാ വെക്കുക? നോട്ട് ബുക്ക് അല്ലെങ്കിൽ പേപ്പർ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണോ വെക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടാണോ വെക്കുക? ചെറുതായിട്ട് ചരിച്ച് വെക്കാറുള്ളവർ ആരൊക്കെയാ? ചെയ്തിട്ട് വെക്കൂലേ? ഞാനൊരു പിക്ചർ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കുറെ പേര് അങ്ങനെ തന്നെയൊക്കെ വെക്കാറ്. കണ്ടില്ലേ? ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ചു വെക്കാം.
അങ്ങനെ വെക്കുമ്പോഴും എന്തായിരിക്കും, നമുക്ക് നേരെ വെക്കുന്നേക്കാളും നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ്, ചില കുട്ടികൾ നേരെ വെക്കും, സ്ട്രെയിറ്റ് ആയിട്ട് ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇരുന്ന് എഴുതും. അപ്പൊ അങ്ങനെ വെക്കുമ്പോഴും സ്പീഡ് കുറയും, ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഭംഗിയും കുറയും. അപ്പൊ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഒന്ന് ചരിച്ച് വെക്കണം കേട്ടോ. ഇനി ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യണവരുണ്ടായിരിക്കും അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് ആരെങ്കിലും ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യണവരുണ്ടോ? ലെഫ്റ്റ് ഹാൻഡഡ് ഉണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നവരുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ എങ്ങോട്ടാ ചരിച്ചു വെക്കേണ്ടത്? അങ്ങോട്ട് ചരിച്ചു വെക്കണം. അപ്പോഴാണ് ശരിയാവട്ടോ. റൈറ്റ് ഹാൻഡ് ആണെങ്കിലാണ് ഇപ്പുറത്തേക്ക് ചരിച്ചു വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ അങ്ങോട്ട് ചരിച്ചിട്ട് എഴുതണം. അപ്പൊ ചെറുതായിട്ടൊന്ന് നമ്മൾ ടിൽറ്റ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. ചരിച്ചു വെച്ചിട്ട് എഴുതുന്നതായിരിക്കും ഹാൻഡ് റൈറ്റിംഗ് നന്നാവാനും സ്പീഡ് കൂടാനൊക്കെ നമുക്ക് പറ്റും, നേരെ പിടിച്ചു വെക്കുന്നേക്കാളും. ഓക്കെ, നോട്ട് ബുക്കും പേപ്പറും എക്സാം പേപ്പറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചരിച്ചു വെച്ചിരുന്ന എഴുതാം. ചെറുതായിട്ട് ചരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് നമ്മൾ ഇരിക്കണത്. നിങ്ങൾക്ക് ഇരിക്കണതൊന്ന് ഞാൻ നോക്കി നോക്കട്ടെ. എല്ലാരും വീഡിയോ നോക്കി വെക്കുക, എന്നാലല്ലേ നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, കുറെ പേരൊക്കെ കാണുന്നുണ്ട്. എങ്ങനെ ഇരിക്കേണ്ടത് എഴുതുമ്പോഴും നമ്മള് അറിയോ? ഞാൻ കാണിച്ചു തരാം. ഇതില് ഫസ്റ്റ് രണ്ട് കാണുന്നില്ലേ സ്ക്രീൻ? ഫസ്റ്റ് രണ്ട് പേര് ഇരിക്കുന്നത് എന്താണ്? റോങ് ആണ്. അതായത് നമ്മൾ വളഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല, ഇങ്ങോട്ട് വളഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. വളഞ്ഞിട്ട് ഫസ്റ്റ് രണ്ടെണ്ണം വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ മൂന്നാമത്തത് തേർഡ് വൺ എന്താ? സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരിക്കേണ്ടത്? സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇരിക്കേണ്ടത്, വളഞ്ഞിരിക്കാൻ പാടില്ല കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം നമ്മളുടെ സ്കൂളിൽ ടേബിളുമലൊക്കെ ബുക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടായാലും നമ്മൾ എഴുതുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശീലിക്കാട്ടോ. അപ്പൊ വളഞ്ഞൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇപ്പൊ ഭയങ്കര ടയേർഡായിട്ടൊക്കെ തോന്നാം, മേലൊക്കെ വേദന വരും, പെയിൻ ഒക്കെ വരും കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോ. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാന്നുള്ളത് കേട്ടോ. തേർഡ് പിക്ചർ കണ്ടല്ലോ, അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം. അപ്പൊ എല്ലാവരും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നേ നോക്കട്ടെ. ഓക്കെ, വളഞ്ഞു കൂടിയൊന്നും ഇരിക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് എഴുതാം. പിന്നെ എന്താണ് നിങ്ങളുടെ ഹാൻഡ് ഉണ്ടല്ലോ, ഹാൻഡിന്റെ ഈ മുട്ട് ഭാഗില്ലേ, മുട്ട്, അവിടെ മുട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടേബിളുമ്മൽ വരണം. ചില കുട്ടികൾ ഇപ്പൊ ടേബിൾ ഇതാന്ന് വിചാരിക്കട്ടോ, ഇത് ടേബിൾ ആന്ന് വിചാരിക്കുക. അപ്പൊ ചിലവരിങ്ങനെ കുറെ ഭാഗം ടേബിളിന്റെ പുറത്തായിരിക്കും. അതായത് നിങ്ങളുടെ കൈയുടെ മുട്ടില്ലേ, അവിടെ തൊട്ട് തന്നെ എന്താണ് നിങ്ങളുടെ ടേബിളുമ്മൽ വരണം. അപ്പോഴാണ് നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ നെയിം ഒന്ന് എഴുതിയേ ബുക്കില്. യെസ്, അതായത് നിങ്ങളുടെ നിങ്ങളുടെ നെയിം എഴുതാൻ, പേരെഴുതാനായിട്ട് ആ ബുക്കില്. അതായത് ഹാൻഡിന്റെ മുട്ടില്ലേ, അവിടെ തൊട്ട് ടേബിളുമ്മൽ വരണം, ഡെസ്കില് വരണം കേട്ടോ. എന്താ ക്ലിയർ ആവണില്ലേ? ഒന്നും കൂടെ പറയാ. ഓക്കെ ഓക്കെ, ഓക്കെ എൽബോ, ശരി എൽബോ കേട്ടോ. ഓക്കെ, എഴുതിയോ? അപ്പൊ അതുപോലെ ഇരുന്ന് എഴുതണം. പിന്നെ ചില കുട്ടികളുണ്ട് എഴുതുന്ന സമയത്ത് മറ്റേ ഹാൻഡില്ലേ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടിരിക്കുക. ചിലർ ഇതിൽ ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എഴുതുന്ന സമയത്ത് മറ്റേ ഹാൻഡ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിങ്ങനെ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ പിടിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണുണ്ട് അല്ലെ. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ മറ്റേ ഹാൻഡ് ഫ്രീ ആയിട്ട് വെക്കണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മൾ നല്ല സ്പീഡിൽ എഴുതാനും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അടിപൊളിയാവാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളുണ്ട്. അപ്പൊ മനസ്സിലായോ? പേന പിടിക്കുന്നത് നമ്മൾ പറഞ്ഞു, 3 ഫിംഗർ വെച്ചിട്ട്. പിന്നെ നമ്മൾ പേപ്പർ ചെരിച്ച് വെക്കണം എന്ന് പറഞ്ഞു, ഇരിക്കുമ്പോ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഡെസ്കുമ്മല് കൈ വെക്കുമ്പോ എൽബോ ഫുള്ള് വരണം എന്ന് പറഞ്ഞു.
പിന്നെന്താണ്, നമ്മൾ ഇങ്ങനെ ഇരിക്കരുത്, കൈ ഒന്നും ഇങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടിരിക്കരുത്, കൈ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് വെക്കണം എന്ന് പറഞ്ഞു അല്ലേ. എഴുതാത്ത ഹാൻഡ് ഫ്രീ ആക്കിയിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ടിപ്സ് ഒന്ന് പറഞ്ഞേ. ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും പറയാൻ പറ്റും ഞാനിപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്ന്? ഒരെണ്ണം പറയാൻ പറ്റോ? ചരിച്ച് വെക്കണം. പിന്നെ അതെ നമ്മുടെ അപ്പൊ നിങ്ങളൊക്കെ അടിപൊളി കുട്ടികളാണല്ലോ. ആൻസർ ഒക്കെ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ ചെയ്യണ്ടെന്ന് മനസ്സിലായല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഗോൾ എന്താ? സ്പീഡ് ആൻഡ് നീറ്റ്നെസ്. സ്പീഡും ഉണ്ടാവണം, നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നീറ്റും ആയിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടെ ഒരു നോട്ട് ബുക്കിന്റെ ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ? അതില് നോട്ട് ബുക്കിന്റെ പേജ് മാത്രമായിട്ട് ഇതാ ഞാനിങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. കാണുന്നുണ്ടോ? ഓക്കെ, അതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യോ? നിങ്ങൾ അതൊന്ന് ചെയ്ത് വെക്കണം. ഡബിൾ ടാപ്പ് ചെയ്യൂലേ? ചെയ്തോ സ്ക്രീന്? ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ടാ. ചെയ്തോ? ചെയ്തില്ലേ? ഡബിൾ ടാപ്പ് ചെയ്തോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആ സ്ക്രീൻ നോട്ട് ബുക്ക് കാണുന്നുണ്ടോ? ഞാനിപ്പോ ഇതില് ഇവിടെ ഒരു സ്ക്രീന് ക്ലിയർ അല്ലേ? മാം കാണുന്നില്ല. നമ്മള് എഴുതുമ്പോൾ കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. എന്താ കാണാത്തത്? അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ഡബിൾ ടാപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു മാം വേറെ ഒരു സൂമിലാണ് കേട്ടോ കാണിക്കുന്നത്. മാമിന്റെ സജ്ന മുസ്തഫ എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണം കണ്ടില്ലേ? മാം ഇങ്ങനെ പേപ്പറൊക്കെ അടിയിൽ വെച്ചിട്ട് എഴുതുന്നുണ്ട്. നിങ്ങൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോക്കിയേ നിങ്ങള്. മാമിന്റെ വേറൊരു സൂം ഐ ഡി ഉണ്ട്, അതിലാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. നോക്കിയേ മാം ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് വെച്ചിട്ട് മാം എഴുതുന്നുണ്ട്. പെന്നും കണ്ട? നോക്കിയേ, ഒരു ബ്ലാക്ക് പെന്നും ഒരു നോട്ട് ബുക്കും. കണ്ടില്ലേ? ഓക്കെ. അതിലാണ് മാം എഴുതുന്നത് കേട്ടോ. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് നമ്മളിവിടെ ഒരു കാര്യത്ത് ഒരു വേർഡ് എഴുതുന്നുണ്ട്. എന്താ എഴുതിയേക്കണ വായിച്ചേ? Hello. ഹലോ. 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 ശരിയായിട്ടുള്ളത് ഏതാണെന്നറിയോ? ഒന്നാണ്, അതായത് നമ്മൾ കുറച്ച് അങ്ങോട്ട് ചരിക്കും, ഇങ്ങോട്ട് ചരിക്കാണ്ട്. ഫസ്റ്റത്തത് എന്താ? ഇങ്ങോട്ടാണ് ചരിച്ചേക്കണത് അല്ലേ? സെക്കൻഡ് വൺ സ്ട്രൈറ്റ് ആയിട്ടാണ് എഴുതിയേക്കണത്. സ്ട്രൈറ്റ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് തേർഡ് വൺ ആണ് കേട്ടോ. മനസ്സിലായോ? കാണുന്നില്ല? കുറെ പേരൊക്കെ കണ്ടില്ലേ? കാണുന്നുണ്ട്.
ചെറുതായിട്ട് നമ്മള് ചരിച്ചിട്ട് എഴുതണം. എങ്ങോട്ടാ ചരിക്കേണ്ടത്? നമ്മുടെ റൈറ്റിലേക്ക് ചരിച്ചിട്ട് എഴുതണം. ഞാൻ വേറെ ഒരു ഇത് വെച്ചിട്ട് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇത് റോങ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് എഴുതാ. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് കുഴപ്പമില്ല, റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും കുറച്ച് ഇങ്ങോട്ട് ചരിച്ചിട്ട് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും. യെസ്, കാണുന്നില്ലല്ലോ. മാമിന് വേറൊരു ഐഡിയിലാണ് മാമിന്റെ ഇത് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സജിന മുസ്തഫ എന്നുള്ള വേറൊരു ഐഡിയില് മാമിന്റെ നോട്ടും അതേപോലെ തന്നെ പെന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ മാം, കണ്ടിന്യൂ ചെയ്തോളൂ. കണ്ടോ? സജിന മുസ്തഫ എഴുതിയിട്ടുണ്ട്. ഒന്ന് അത് താഴത്തേക്ക് മേലേക്ക് ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഹലോ എന്ന് എഴുതിയിട്ടുള്ള ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ? യെസ്. അപ്പൊ നമ്മൾക്ക് തേർഡ് വണ്ണാണ് ശരിക്കും നമ്മള് എഴുതാൻ കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഓക്കെ, ഇനി നമ്മള് കുറച്ച് പ്രാക്ടീസുകളാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? കുറച്ച് സ്ട്രോക്ക് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ സ്ട്രോക്ക് എന്ന്? സ്ട്രോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് കുറച്ച് ലൈൻസുകള്, കർവുകള്, കുറച്ച് മൂവ്മെന്റ്സ്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇല്ലേ, ഓരോ ലെറ്ററും നല്ല ഭംഗി വേണല്ലേ, അപ്പോഴാണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയാം. അപ്പൊ നമ്മളുടെ ഓരോ ആൽഫബറ്റ്, ഇപ്പൊ ഇംഗ്ലീഷിലത്തെ എല്ലാ ആൽഫബറ്റുകളും നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആ സ്ട്രോക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? റെഡിയല്ലേ എല്ലാവരും? നമ്മളുടെ ഓരോ ലെറ്ററും ABCD തൊട്ട് A to Z വരെയുള്ള ലെറ്ററുകളൊക്കെ നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഒരു 2 weeks ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലെറ്ററും നല്ല ഭംഗിയിൽ വരും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്തൊക്കെയാ പ്രാക്ടീസുകൾ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഇതിലെ പ്രാക്ടീസ് സ്ക്രീൻ കാണാനല്ലേ, നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് അത് സ്ക്രീൻ എടുക്കട്ടോ. ഓക്കെ, എന്താണ് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? എല്ലാവരും നോക്കട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ചെറുതായിട്ട് ചരിക്കണം എന്ന് ഞാൻ പറയില്ല, അതുപോലെ ഇരിക്കണം കേട്ടോ. വരയ്ക്കാം, വരച്ചോ? ഹലോ മാമിന്റെ സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണും, കുറച്ചു പേർക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. സ്ക്രീൻ ഷെയർ ചെയ്തതല്ല, സ്ക്രീൻ ഷെയറിംഗ് അല്ല, സ്ക്രീൻ ഷെയറിംഗ് അല്ല. അതായത് നിങ്ങൾ IDs, ഈ കുട്ടികളുടെ വീഡിയോസ് കാണുന്നില്ല, അതേപോലെ തന്നെ അവിടെ കാണാം സജിന മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ഒരു ID കാണാം. അതില് മാമിന്റെ ബുക്ക് കാണാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ മൊബൈലിലാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി, ബാക്കിയുള്ളവരുടെ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. സ്ക്രീൻ ഷെയറിംഗ് അല്ല കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മള് ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞു, നമ്മൾ സ്ട്രോക്കുകളുടെ പ്രാക്ടീസ് ആണ്. അതായത് നമ്മളുടെ ഓരോ ലെറ്ററും ഭംഗിയിൽ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് ആണ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ദെൻ ഇതുപോലെ N പോലെ വരയ്ക്കാം, N, വീണ്ടും 3 വരയ്ക്കാം, ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് വേണണ്ട വരയ്ക്കണമെങ്കിൽ. ഇത് എത്ര എണ്ണം ആയാലും കുഴപ്പം, ഈ N പോലെ ഇരിക്കുന്നത് എത്ര എണ്ണം വന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടാ. പിന്നെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. നമ്മള് ഈ
പോലത്തെ ഈ സ്ട്രോക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആൽഫബറ്റ്സിലെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. എ, സി, ഇ, എം, എൻ, ഒ, ആർ, എസ്, യു, വി, ഡബ്ല്യു, എക്സ്, സെഡ്, ഐ. ഈ ലെറ്റേഴ്സ് ഭംഗിയാവാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഈ എൻ പോലത്തെ ഈ ഒരു പ്രാക്ടീസ് സ്ട്രോക്ക് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നേരം ഇരുന്ന് ഇങ്ങനെ ഒരു 10 ടൈംസ് ഒക്കെ ഇതിരുന്ന് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇത് മാത്രമല്ല ഇനി വേറെയും വരുന്നുണ്ട്. ഇത് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഫസ്റ്റ് ലൈൻ വരച്ചില്ലേ, അത് നമ്മളുടെ 2 ലൈനുകൾ ഉണ്ടല്ലോ സിംഗിൾ, നമ്മുടെ നോട്ട് ബുക്കിലത്തെ 2 ലൈനിന്റെ മിഡിലീന്നായിരിക്കണം കേട്ടോ. മിഡിലീന്നായിരിക്കണം ഇങ്ങനെ വരയ്ക്കേണ്ടത്. അങ്ങനെയാണോ നിങ്ങൾ വരച്ചത്? നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തോന്നില്ല. മിഡിലീന്ന് വരയ്ക്കണം കേട്ടോ. മിഡിലിൽ ഫസ്റ്റ് വരയ്ക്കുക. മിഡിലീന്ന് തന്നെ സെയിം സൈസ് വരണം. എൻ വരയ്ക്കുക. എല്ലാവരും ഇത് 10 ടൈംസ് ഒന്ന് എഴുതിയേ. പിന്നെ ഇത് എഴുതുമ്പോഴൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ വേഗം ഇങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കരുത്. ഭയങ്കര സ്ലോവിലായിരിക്കണം ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പൊ മാം ഇതിൽ ചെയ്യണ പോലെ സ്ലോവിലായിരിക്കണം ചെയ്യേണ്ടത്. 10 ലൈൻസിലൊന്ന് എഴുതട്ടോ. ഇതൊക്കെ എത്ര എഴുതിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ എണ്ണിന്റെ നമ്പർ ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്തിനാ ചെയ്യണമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ടെൻ ടൈംസ് ഒന്ന് എഴുതിയിട്ട് എല്ലാവരും നിങ്ങളുടെ നോട്ട് ഒന്ന് കാണിക്കണം തന്നെ. ഭയങ്കര സ്പീഡിൽ എഴുതി കാണിക്കാൻ പാടില്ല. ഞാൻ കാണിച്ചു തന്നില്ലേ, സ്ലോവിൽ എഴുതണം. എന്നാലാണ് ലെറ്റർ ഭംഗിയിൽ വരാം. ഞാൻ നേരത്തെ ചെയ്തു മാം. കൊറേ എഴുതി. മാം ഇങ്ങനെ എഴുതണ പോലെ കണ്ടില്ലേ, ഇപ്പൊ എഴുതണ കണ്ടില്ല, അത്രയും സ്ലോവിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സ്പീഡൊക്കെ നമുക്ക് ലാസ്റ്റ് ആണ് നോക്കുക. ഫസ്റ്റ് നമ്മള് എന്താ നോക്കുക? ഫസ്റ്റ് നമ്മള് നോക്കുക ബ്യൂട്ടിയാണ് കേട്ടോ. നമ്മളുടെ ഓരോ ലെറ്ററിന്റെയും ഭംഗിയാണ് നോക്കേണ്ടത്. കർവൊക്കെ നല്ല ഭംഗിയായി വരാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ്. സ്പീഡൊക്കെ പിന്നെയാണ്. അപ്പൊ ഇതിങ്ങനെ പതുക്കെയാണ് ചെയ്യേണ്ടത്. ഭയങ്കര സ്പീഡിൽ എഴുതിയേക്കണ കണ്ടുകഴിഞ്ഞാൽ മാമിനെ അറിയാൻ പറ്റും, നോട്ട് ബുക്ക് കണ്ടറിയാൻ പറ്റും ആരൊക്കെ ഭയങ്കര സ്പീഡിൽ എഴുതി പോയിട്ടുണ്ട്, ആരൊക്കെ സ്ലോവിൽ എഴുതിയവരാരൊക്കെയാന്നൊക്കെ നോട്ട് ബുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരേ സൈസിൽ വരാനായിട്ട് ശ്രമിക്കണം. എണ്ണുണ്ടല്ലോ അതൊക്കെ ഒരേ വലിപ്പം വരാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താന്ന് വിചാരിക്കും, പക്ഷെ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇത് വളരെ സ്ലോവിൽ ചെയ്യണം. 10 ലൈൻസ് എഴുതി കഴിഞ്ഞാ പറഞ്ഞോട്ടാ. കഴിഞ്ഞോ മാം? 10 ലൈൻസ് എഴുതണോ? കുഴപ്പമില്ല, 5 ലൈൻസ് എഴുതിയാ മതി കേട്ടോ. 5 ലൈൻസ്. ഓക്കെ, 5 ലൈൻസ് എഴുതിയോ? സ്പീഡിലൊന്നും എഴുതണ്ട. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇനി 5 ലൈൻസ് ഡെയിലി എഴുതിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് എന്തിനാന്ന് പറഞ്ഞാല് ഇപ്പൊ നോക്കിണ്ടായിരുന്നു, ഞാൻ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയില്ലേ ഇവിടെ. ഏതൊക്കെയായിരുന്നു അത്? ചില ലെറ്റർ ഭംഗിയാക്കാനാണെന്ന് പറഞ്ഞില്ലേ, ACEMNO അത് പറഞ്ഞില്ലേ. അത് ഈ ലെറ്ററിന്റെ ഒക്കെ കണ്ട മോളിലത്തെ ഭാഗമില്ലേ, ഇങ്ങനെ കർവ് പോലെ വരുന്നുണ്ടല്ലേ, കർവ് പോലെ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് എന്ത് ചെയ്യണത്? കർവ് പോലെ വരുന്ന ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എന്നുള്ള പ്രാക്ടീസ് ചെയ്യണത്. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു പ്രാക്ടീസ് ഉണ്ട്. നെക്സ്റ്റ് പ്രാക്ടീസ് ഉണ്ട്. ഇത് ടൈപ്പ് 1 ആണ് കേട്ടോ. അത് ഫസ്റ്റ് പ്രാക്ടീസ് ആണ്.
ഇനി നെക്സ്റ്റ് പ്രാക്ടീസ് ടൈപ്പ് 2 പ്രാക്ടീസ് ആണ്. നമ്മളുടെ ഈ ലെറ്ററിന്റെ ഒക്കെ അടിഭാഗം ഇല്ലേ കണ്ട, ഈ അടിഭാഗം നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ് കേട്ടോ. അപ്പൊ ഇതിലൊക്കെ ചില ലെറ്ററുകളുടെ ഒക്കെ അടിഭാഗം നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ് അടുത്തത്. അത് ഇതുപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ മുകളിലേക്ക് വരയ്ക്കാം. ഓക്കെ, ഇതും ഹാഫിൽ തന്നെ തുടങ്ങണം. ഇതും 5 ലൈൻസിൽ എഴുതിയാൽ മതി കേട്ടോ. ഭയങ്കര സ്പീഡിൽ എഴുതി പോണ്ട, സ്ലോവിൽ എഴുതിയിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ്. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സ്ലോവിൽ എഴുതിയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ലൈൻ നമ്മൾ ടച്ച് ചെയ്യണം കേട്ടോ. ഈ എന്നെ എഴുതിയേക്കണതൊക്കെ ലൈൻ നമ്മൾ കറക്റ്റ് ടച്ച് ചെയ്യണം. ഫൈവ് ലൈൻസ് എഴുതിയോ? കുഴപ്പമില്ല. നിങ്ങൾ ഡെയിലി വീട്ടിൽ നിന്ന് പ്രാക്ടീസ്, ഒരുപാട് നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതൊക്കെ സ്ലോവിൽ എഴുതിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പൊ ടൈം ഇല്ല അല്ലെ. ഇനി അടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വേറെ കുറച്ച് ലെറ്റേഴ്സ്, അതായത് നമ്മളുടെ ബി ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ്. അതായത് നമ്മളുടെ ഈ ലൈനില്ലേ, അത് നമ്മളുടെ ലൈനിന്റെ കുറച്ച് താഴത്തുനിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് വേണം ബി എഴുതണമെങ്കിൽ. ബി, പിന്നെ അതുപോലെ തന്നെ താഴത്തുനിന്ന് കുറച്ച് ടി. ഈ ലെറ്ററുകളെ നമ്മൾ പറയാ ഡൗൺ സ്ട്രോക്ക് എന്നാണ് കേട്ടോ പറയാ. ടി, അതേപോലെ തന്നെ എച്ച്, പിന്നെ കെ, എൽ, എഫ്, ഇതൊക്കെ ടി. നമ്മളുടെ ഈ മുകളിലത്തെ ലൈനിന്റെ തൊട്ട് താഴെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, ശരിയാവുള്ള പ്രാക്ടീസ് ആണ് നമ്മൾ. ഇതൊക്കെ കുറച്ച് ചരിച്ചിട്ടാണ് കേട്ടോ എഴുതേണ്ടത്. തൊട്ട് താഴെ ഇങ്ങനെ മുകളിലത്തെ ലൈനിന്റെ തൊട്ട് താഴെ ഇങ്ങനെ ചെയ്യണം. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടല്ലോ എഴുതാൻ. പക്ഷെ ഇതും സ്ലോവിലാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്ലോവിലാ ചെയ്യാ. സ്പീഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്തവരാരെങ്കിലും ഉണ്ടോ അവിടെ? സ്പീഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാമിനെ അറിയാൻ പറ്റും. നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരണം, വാട്സപ്പ് ത്രൂ അയച്ചു തരണം. അപ്പൊ സ്പീഡിൽ ചെയ്തവരുടെ കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ സ്ലോവിലാണ് ഈ പ്രാക്ടീസുകൾ. ഓക്കെ, ഇതട്ടോ സ്ട്രോക്സ് നമ്മൾ വരയ്ക്കണോ? സ്ട്രോക്സ് വരയ്ക്കണം. ഈ സ്ട്രോക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തവരൊക്കെ ഈ സ്ട്രോക്സ് ആണ് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൽഫബറ്റിൽ ഈ സ്ട്രോക്സ് വെച്ചിട്ടാണ് നമ്മൾ ആൽഫബറ്റ്സ് ഓരോന്നും ABCD ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പോണത്. ഇതൊക്കെ ഒരേ സൈസിൽ തന്നെ സെയിം ആയിട്ടൊക്കെ വരണം കേട്ടോ. സൈസ് ഒക്കെ സെയിം ആയിരിക്കണം. ഇത് ഈ ലെറ്റേഴ്സ്, ഇതിന് അപ് സ്ട്രോക്ക് ലെറ്റേഴ്സ് എന്നിട്ട് പറയാം. അതായത് നമ്മളുടെ ബി, ഇതില്ലേ ബി, ടി, എച്ച്, കെ, എൽ, എഫ്, ഈ ലെറ്റേഴ്സ് നന്നായി വരാനായിട്ടുള്ള പ്രാക്ടീസ് ആണ് കേട്ടോ അത്. ഇനി ഡൗൺ സ്ട്രോക്ക് ലെറ്റേഴ്സ് എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗൺ സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തിക്കാണ് അതിന്റെ ഇത് വരിക. ഇപ്പൊ ജി എഴുതുമ്പോൾ നമ്മൾ താഴ്ത്തിക്കാണ് അല്ലെ, ഇങ്ങനെ ലൈനിന്റെ താഴ്ത്തിക്കാണ്. നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള അപ് സ്ട്രോക്ക് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ബി എങ്ങനെയാ, ലൈനിന്റെ താഴെന്ന്. പക്ഷെ നമ്മള് ഡൗൺ സ്ട്രോക്ക് ലെറ്റേഴ്സ് എഴുതുമ്പോ താഴത്തേക്ക് ഒരു ടൈല് പോലെയാണ് നമ്മൾ വരയ്ക്കാം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ ജി എഴുതി. ഇനി അതുപോലെ തന്നെ വേറെ ഏത് ലെറ്റർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ താഴത്തേക്ക് വരണേ? യെസ്, വെരി ഗുഡ്. വൈ ഇതുപോലെ താഴത്തേക്ക് ടൈല് വരുന്നുണ്ട്. പിന്നെ ജെ, പിന്നെ ക്യൂ, സ്മോൾ
ലെറ്റർ ടി. ഇതൊക്കെ എന്താണ് താഴത്തേക്ക് എഴുതി വരുന്നത് അല്ലെ, താഴത്തേക്ക് വരുന്നതാണ്. ഈ ലെറ്റർ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത് സ്ട്രോക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഒരു ലൈനില്ലേ, ലൈനിനെ കട്ട് ചെയ്ത് വരയ്ക്കണം. ഞാനിപ്പോ വരയ്ക്കാം. ഈ 2 ലൈനില്ലേ, അതിന്റെ മിഡിലേക്ക് കട്ട് ചെയ്ത് വരയ്ക്കണം. കണ്ടോ? ഒരു ലൈനിനെ കട്ട് ചെയ്താണ് വരയ്ക്കേണ്ടത്. ഇതിന്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സ്ലോവില് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതും ചെയ്യണം. ഒരു 5 ടൈംസ് ഒക്കെ നമ്മള് 5 ലൈൻസ് ഒക്കെ എഴുതാം. കറക്റ്റ് സൈസ് ഒക്കെ ശ്രദ്ധിക്കണം. മിസ് ഇപ്പൊ വേഗം ഇങ്ങനെ എഴുതിയപ്പോഴാണ്. കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് സൈസ് ഒക്കെ നോക്കിയിട്ട് വേണം. സ്ലോവില് ചെയ്താൽ മതി. ഓക്കെ. ഇനി A to Z വരെയുള്ള ലെറ്റേഴ്സുകൾ പ്രാക്ടീസ് ചെയ്യുന്ന വേറൊരു സ്ട്രോക്ക് ഉണ്ട്. സിമ്പിൾ ആണ്, ഓ പോലെ. അതായത് നമ്മൾ മിഡിലിന്ന് തുടങ്ങാം. മിഡിലിന്ന് ഇങ്ങനെ ഓ ഷേപ്പ്ഡ് ലെറ്റേഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രോക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സ്ട്രോക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യാ? നമ്മളൊരു സയന്റിഫിക് മെത്തേഡാണ്. സ്ട്രോക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാ? ലെറ്റേഴ്സുകളൊക്കെ എഴുതാം. ലെറ്റേഴ്സുകളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കർസീവ് ലെറ്റർ എഴുതും. കർസീവ് ലെറ്ററിന്റെ പ്രാക്ടീസ് ചെയ്യും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിന്റ് ലെറ്റർ ഒക്കെ നോർമൽ ലെറ്റേഴ്സ് എഴുതില്ലേ, കർസീവ് അല്ലാണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർസീവ് ലെറ്റർ പ്രാക്ടീസ് ചെയ്യും. കർസീവ് ലെറ്റർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്നാൽ നമ്മൾ കർസീവിൽ എഴുതണ നമ്മൾക്ക് കുറച്ച് നല്ല ഭംഗി കിട്ടാനും സ്പീഡ് കിട്ടാനും ടൈം ലാഭിക്കാനും സ്പേസ് ലാഭിക്കാനൊക്കെ നമ്മൾ കർസീവ് ലെറ്ററിൽ എഴുതി കഴിഞ്ഞാൽ പറ്റും അല്ലേ? അപ്പൊ എപ്പോഴും നമ്മൾ കർസീവ് ലെറ്ററിൽ എഴുതിയിട്ട് നമ്മൾ ശീലിക്കണതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കർസീവ് ലെറ്ററിന്റെ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയല്ല, ഒരു ദിവസം ആയിരിക്കും ഒരെണ്ണം, ഒരു ദിവസം ഒരുപാട് ടൈം പ്രാക്ടീസ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക കേട്ടോ. മിസ് 5 ലൈൻസ് ഒക്കെ എഴുതാനല്ലേ പറഞ്ഞത്? കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു 30-45 മിനിറ്റ്സ് ഒക്കെ പ്രാക്ടീസ് തന്നെ ആയിരിക്കും. ഇത് ഓ ഷേപ്പ്ഡ് ലെറ്റേഴ്സ് എന്നാ പറയാ. ഇതിന്റെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഓക്കെ. ഇനി ഇതൊക്കെയാണ്. ഇനി നമ്മൾക്ക് വേറെ പ്രാക്ടീസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കേഴ്സീവിന്റെ ഒക്കെയാണ്. കേഴ്സീവ് റെഡി ആവാനായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ വരുന്നുണ്ട്. അതിങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രാക്ടീസ്. ജോയിനിങ് ലെറ്റേഴ്സിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇത് കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. ജോയിനിങ് ലെറ്റേഴ്സിന്റെ ഒക്കെ. ഓക്കെ. അപ്പൊ ഇനി യെസ്, ഇതൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചില്ലേ? ഓക്കെ. ഇനി കാണിക്കാൻ പോണത് ഇതൊക്കെ ഒരു സ്ട്രോക്ക്. നമ്മളിപ്പോ ഒത്തിരി സ്ട്രോക്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ 1 മന്തിന്റെ കോഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി സ്ട്രോക്കുകളായിരിക്കും ആദ്യം പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ടായിരിക്കും നമ്മൾ ഓരോ A to Z വരെയുള്ള ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേർഡ്സ് എഴുതാൻ പഠിക്കും, സെന്റൻസ് എഴുതാൻ പഠിക്കും, പാരഗ്രാഫ്, പിന്നെ സ്പീഡ് റൈറ്റിംഗ്, സ്പീഡിൽ എഴുതുന്നത്, കേഴ്സീവ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ. അങ്ങനെ എല്ലാ പ്രാക്ടീസുകളും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടാവും. മിസ് പറയുന്ന പോലെ അതേപോലെ ചെയ്ത് കഴിഞ്ഞാല് ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാവും. പിന്നെ നിങ്ങൾ അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറന്ന് വെക്കേഷനിലൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ അതേപോലെ എഴുതിയിട്ട് നമുക്ക് എന്ത് പറയാം, നിങ്ങളുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ വാവ് അങ്ങനെ പറയും. ഓക്കെ. ഇനി മിസ് കുറച്ച് എക്സസൈസ് കാണിക്കാം. നേരത്തെ ആരൊക്കെയോ പറഞ്ഞു ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യുമ്പോ കൈ കഴക്കണ, ഒരുപാട് എഴുതുമ്പോ കൈയൊക്കെ കഴിച്ചിട്ട് പിന്നെ എഴുതാൻ തോന്നണില്ല അല്ലെ? അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണെന്നറിയാം നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് പെയിൻ വരുന്നതും കഴക്കണതൊക്കെ നമ്മളുടെ ഹാൻഡ് മസിൽസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ. നിങ്ങൾ എക്സസൈസ് ചെയ്യാറുണ്ടോ ആരെങ്കിലും? എക്സസൈസ് ചെയ്യാറുണ്ട്. ചിലരൊക്കെ ചെയ്യാറുണ്ട്. വീട്ടിൽ പാരന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ?
അപ്പൊ നമ്മളുടെ ഹാൻഡിന്റെ മസിലില്ലേ, ഹാൻഡിന്റെ മസിലൊക്കെ സ്ട്രോങ് ആവാനല്ലേ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഹാൻഡ് മസിൽസ് നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞാല് നമ്മൾക്ക് നല്ല സ്പീഡിൽ എത്ര വേണമെങ്കിലും ഒരുപാട് എഴുതാൻ പറ്റും. കൈ അത്ര കഴിക്കാണ്ടൊക്കെ ടയേർഡ് ആവാണ്ടൊക്കെ ഒരുപാട് ടൈം സ്പീഡിലും നല്ല ഭംഗിയിലൊക്കെ നമ്മൾ എഴുതാൻ പറ്റും. അപ്പൊ ഒരു എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യാറ് ഇതുപോലെ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു എക്സസൈസ് ചെയ്യാം. 2 എക്സസൈസ് ആണ് മിസ് ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോണത് കേട്ടോ. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. എല്ലാവരും ഹാൻഡ് ഇങ്ങനെ പിടിച്ചേ. യെസ്, തം ഫിംഗർ ഏതാ? ഈ തം ഫിംഗർ നമ്മള് ബാക്കിയുള്ള ഫിംഗറുകളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യണം. ടീച്ചർ കാണുന്നില്ല. കാണുന്നില്ല? കാണുന്നുണ്ട്. കാണുന്നില്ല? അത് ചിലപ്പോഴേ GB കുറവായി കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ പോവുണ്ടാ, അങ്ങനെ ഉണ്ടാവും പ്രശ്നം. റേഞ്ച് ഇഷ്യൂ മഴയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ അല്ലേ, നമ്മളുടെ തമ്പ് ഫിംഗർ ബാക്കി എല്ലാ ഫിംഗറുകളും ടച്ച് ചെയ്യുക. തമ്പ് ടു അതർ ഫിംഗർ ടച്ച്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ചെയ്യാൻ നോക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ്, നമ്മുടെ ഫിംഗറിന്റെ മസിൽസ് ഒക്കെ ഇല്ലേ, ഇത് ഒരു ദിവസം ഒന്നും ചെയ്താൽ പോലെ ഒരു 2 weeks എങ്കിലും നിങ്ങൾ ഇത് ചെയ്യുക. ഒരു ഡെയിലി 2 minute വെച്ചെങ്കിലും എക്സസൈസ് ഇങ്ങനെ ചെയ്യാട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാം. സിമ്പിൾ അല്ലേ? ഇത് നിങ്ങളുടെ ഹാൻഡ് മസിൽസ് സ്ട്രോങ് ആവാനായിട്ടുള്ള എക്സസൈസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഒന്ന് ചെയ്തേക്കാൻ നോക്കട്ടെ. കുറച്ച് പേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഫിംഗറും ടച്ച് ചെയ്യാം, തമ്പ് ഫിംഗറിൽ. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് പറയണത് 2 ഹാൻഡ് വേണം കേട്ടോ. ഇങ്ങനെ പിടിക്കാം, 2 ഹാൻഡ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പിടിക്കാം, ഇങ്ങനെ ആക്കാം. സിമ്പിൾ എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞു തന്നേക്കണെങ്കിൽ. വേറെ എക്സസൈസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മള് ഇനി കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ ഹാൻഡ് മസിൽസ് നമ്മുടെ ഫിംഗറൊക്കെ ഇങ്ങനെ നല്ല എന്താ ഫ്ലെക്സിബിൾ ആവും നമ്മുടെ ഫിംഗറൊക്കെ. പിന്നെ സ്മൂത്ത് ആയിട്ട് എഴുതാനൊക്കെ ഒരു ലെറ്റർ ഇങ്ങനെ ഫോം ചെയ്യാനൊക്കെ നമ്മൾക്ക് പറ്റും. സിമ്പിൾ അല്ലേ? ഇങ്ങോട്ടാക്കണ്ട, ഇവിടെ വെച്ചിങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തപ്പോ നിങ്ങളുടെ മസിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നു. പേന പിടിക്കേണ്ടത്, പെൻ അല്ലെങ്കിൽ പെൻസിൽ പിടിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. പേപ്പർ വെക്കേണ്ടത്, സിറ്റിങ് ഇരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ട് എഴുതാൻ പാടില്ല കേട്ടോ. ഭയങ്കര ബലം പിടിച്ചിട്ട് നമ്മളെ പെണ്ണുമ്മ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് എഴുതാൻ പാടില്ല. സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. ഭയങ്കര സ്ട്രെസ് ചെയ്ത് പിടിക്കുമ്പോഴും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നന്നായിട്ട് വരില്ല കേട്ടോ. പിന്നെ ഡെസ്കുമ്മല് കൈ വെക്കുമ്പോ മുട്ട് മുതൽ ഇങ്ങനെ അതുമ്മ വെക്കണം, മറ്റേ കൈ ഫ്രീ ആക്കിയിട്ട് വെക്കണം. ഇതൊക്കെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാ. പിന്നെ നമ്മള് ഹെലോ എഴുതുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാം, റൈറ്റ് ആംഗിൾഡ് ആയിട്ട് എഴുതാൻ പറ്റും, ലെഫ്റ്റ് ആംഗിൾഡ് ആയിട്ട് എഴുതാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രോക്കുകളുടെ പ്രാക്ടീസുകൾ, ആ പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്ത് ചെയ്താണ് നമ്മൾ ഫസ്റ്റ് ഓരോ നമ്മുടെ ലെറ്ററുകളൊക്കെ ആൽഫബറ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ അപ്പ് സ്ട്രോക്ക്, ഡൗൺ സ്ട്രോക്ക്, ഓ ഷേപ്പിലുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഹാൻഡ് എക്സസൈസ് പറഞ്ഞു. ഈ ഹാൻഡ് എക്സസൈസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡ് ഉണ്ടാവാനായിട്ട്, പെയിനൊക്കെ കൈയൊക്കെ പെട്ടെന്ന് കഴക്കാണ്ടിരിക്കാന്, സ്മൂത്ത് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ ലെറ്റർ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് വരാനായിട്ട്, ഈസി ആയിട്ട് എഴുതാൻ, നീറ്റ് ആയിട്ട് എഴുതാനൊക്കെ നമ്മൾ നമ്മുടെ നമ്മുടെ ഈ ഹാൻഡ് എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യില്ലേ? ഈ എക്സസൈസുകളൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മളൊരു സംഭവം എഴുതിയില്ലേ, നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച്, ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച്. എന്തായിരുന്നു അത്? ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ്, ആർക്കെങ്കിലും പറയാൻ പറ്റോ? Good handwriting is passport to success. It is the sign of healthy mind. Good handwriting
It is the sign of healthy mind. വെരി ഗുഡ്. ഇനി ആർക്കാ പറയാൻ പറ്റാ? Good handwriting is a passport to success. It is the sign of healthy mind. വെരി ഗുഡ്. Good handwriting is a password to success. It is a sign Good of handwriting is a mind. passport to success. It is the sign of healthy mind. വെരി ഗുഡ്. അയാളാണോ പേര്? പേരെന്താ? വായിക്കാൻ Okay, അറിയോ? okay. ഹാൻഡ്റൈറ്റിംഗ് പ്രശ്നമുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അടിപൊളിയാക്കാലോ. പ്രാക്ടീസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് മിസ് 100% ഗ്യാരണ്ടി പറയണു. മിസ് പറയുന്ന പോലൊക്കെ കറക്റ്റ് പ്രാക്ടീസുകൾ ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും കേഴ്സീവും അതുപോലെ ഡിസൈൻ ലെറ്റർ ഒക്കെ ഉണ്ട് കേട്ടാ. നമ്മൾക്കിപ്പോ നേരില്ല കാണിക്കാൻ. അതായത് നമ്മള് കാർഡൊക്കെ ഉണ്ടാക്കൂലേ, എന്തെങ്കിലും കാർഡൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ബർത്ത്ഡേ കാർഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭംഗിയിലൊക്കെ എഴുതൂലേ ലെറ്ററുകള്, ABCD ഒക്കെ നല്ല ഭംഗിയിലൊക്കെ നമ്മുടെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഒക്കെ നല്ല ഭംഗിയിൽ, ചിലവര് നല്ല ഭംഗിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് എഴുതൂലേ, അങ്ങനത്തെ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഇനി നിങ്ങൾ ഇപ്പൊ എഴുതിയ സംഭവം ഒന്നും കൂടെ എഴുതി നോക്കിയേ. അതായത് നേരത്തെ എഴുതിയില്ലേ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒന്നും കൂടെ എഴുതി നോക്കട്ടാ. നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും കൂടെ എഴുതണം. ഒന്നും കൂടെ കാണിക്കാം. അല്ലെങ്കിൽ അതൊന്ന് കോപ്പി ചെയ്ത് എഴുതൂട്ടാ. അത് ഇവിടെ നോക്കും. അതൊന്ന് എഴുതിയ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് കോപ്പി ചെയ്തിട്ട് എഴുതിക്കോ. നോർമൽ നിങ്ങൾ നേരത്തെ എഴുതിയേക്കണ സ്പീഡ് തന്നെ എടുത്തിട്ട് എഴുതിക്കോട്ടാ. മാം കാണാനില്ല മാം. നേരത്തെ നമ്മൾ എഴുതിയില്ലേ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് പാസ്പോർട്ട് ടു സക്സസ്. ഇറ്റ് ഈസ് ദ sign of healthy mind. എഴുതി കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പറയട്ടോ. കോപ്പി ചെയ്തോ നേരത്തെ എഴുതിയേക്കണത്. ഫുൾ എഴുതിയില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ, നോ പ്രോബ്ലം. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനി നിങ്ങളുടെ സ്പീഡൊക്കെ കൂടുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അല്ലേ. വെറുതെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ സ്പീഡൊന്നും കൂടൂല. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, ഹോംവർക്സ് ഒക്കെ ചെയ്യണം. അപ്പോഴായിരിക്കും ഹാൻഡ് റൈറ്റിംഗ് സ്പീഡും കൂടെ നീറ്റായിട്ട് വരാം. എഴുതി കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്താ പറഞ്ഞോട്ടോ. കുറച്ച് ഭംഗിയിൽ എഴുതാൻ നോക്കണണ്ടാ. നേരത്തെക്കാളും കുറച്ച് ഭംഗിയിൽ എഴുതാൻ നോക്കണം. നേരത്തേക്കാളും മാർക്ക് കൂടണം. അപ്പൊ ഇപ്പൊ എഴുതുമ്പോ നേരത്തെ എഴുതിയതിനേക്കാളും മാർക്ക് കൂടണം. കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് കാണിച്ചേ, വീഡിയോയിൽ ഒന്ന് കാണിച്ചേ കംപ്ലീറ്റ് ചെയ്തവര്. നോക്കട്ടെ നന്നായിട്ടുണ്ടോ നോക്കട്ടെ. എന്താ എഴുതണ്ടേ? നേരത്തെ നമ്മൾ എഴുതിയില്ലേ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് അങ്ങനെ പറഞ്ഞില്ലേ പാസ്പോർട്ട് ടു സക്സസ്. ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ഒരു ലൈനൊക്കെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മൾ ശരിക്കും 3rd സ്റ്റാൻഡേർഡ് തൊട്ടാണ് നമുക്ക് ശരിക്കും എഴുതാനൊക്കെ ശരിക്കും അറിയുന്നുണ്ടാവുക അല്ലെ. മിസ് കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ. ഓക്കെ മാർക്കിട്ടെ. നേരത്തെ മാർക്കിട്ടില്ലേ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിന്? ഒന്ന് മാർക്കിട്ടെ. നല്ല ഭംഗിയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൂടും. നേരത്തെ നിങ്ങൾ മാർക്കിട്ടില്ലേ അതുപോലെ ഇപ്പോഴൊന്ന് മാർക്കിട്ടെ. ഇപ്പൊ എഴുതിയെന്ന് മാർക്കിട്ടെ. സെയിം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് ഒരു മാർക്ക് ഇടാൻ പറഞ്ഞില്ലേ. ഭംഗിയുണ്ടോ, ലെറ്റേഴ്സ് ഒക്കെ സെയിം, സൈസ് ഒക്കെ 10 out of 10 ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. ചിലർക്കൊക്കെ നേരത്തെക്കാളും ഭംഗിയിലൊക്കെ കുറച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. നേരത്തെക്കാളും മാർക്ക് കൂടിയത് ആർക്കൊക്കെയാ? ഓക്കെ, എൽദോ കുറച്ച് പേരൊക്കെ നേരത്തെക്കാളും മാർക്ക് കൂടിയുണ്ട്. മാർക്ക് കിട്ടോ? ഓക്കെ, 9 out of 10 ഒക്കെ കിട്ടിയിട്ടുണ്ട്. നേരത്തെക്കാളും കുറച്ച് ഒരു മാർക്കൊക്കെ കൂടിയിട്ടുണ്ടാവും അല്ലേ ചിലപ്പോ.
ഓക്കെ. അപ്പൊ നമ്മള് ഇത് ജസ്റ്റ് ഒരു കുറച്ച് സമയം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ഒരുപാട് നേരം നമ്മൾ ഇരുന്നിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല്, ഹോംവർക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല്, ഡെയിലി പ്രാക്ടീസ്, ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് സ്ട്രോക്കുകളുടെ പ്രാക്ടീസുകളും ലെറ്ററുകളുടെ പ്രാക്ടീസ്, വേർഡ്സ്, സെന്റൻസ്, പാരഗ്രാഫ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ റൂൾസ് ഒക്കെ അനുസരിച്ച് ഈ ഒരു മെത്തേഡിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവരും പ്രാക്ടീസുകളൊക്കെ ചെയ്യാ, എക്സസൈസുകൾ ചെയ്യാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ടൈം ആയില്ലേ? നിങ്ങൾക്ക് വിഷക്കണൊക്കെ ഉണ്ടാവും അല്ലേ? മാം യെസ്. ഹോംവർക്ക് എന്താ? നിങ്ങള് പ്രാക്ടീസുകളൊക്കെ ചെയ്യാ, എക്സസൈസുകളൊക്കെ ചെയ്യാ. 2 എക്സസൈസ് ഒക്കെ പറഞ്ഞാൽ പറ്റില്ലേ ഹാൻഡ് മസിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? വൈൻഡ് അപ്പ് ചെയ്താലോ? യെസ്. പെണ്ണെങ്ങനെ വെക്കണം മനസ്സിലായില്ല. പെണ്ണ് പിടിക്കണത് മനസ്സിലായില്ല? ഓക്കെ. ലേറ്റ് ആയാ വന്നേ. ബാത്റൂമിൽ പോവാൻ പറ്റോ? പോയിക്കോ കുഴപ്പമില്ല കേട്ടോ. ബാത്റൂമിൽ പോയാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാലും ദാഹിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പെണ്ണ് പിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ 3 ഫിംഗർ ഇല്ലേ, അത് വെച്ചിട്ടാണ് പിടിക്കാം. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും പെണ്ണ് പിടിക്കണത്, പെൻസിൽ പിടിക്കണത് കറക്റ്റ് തന്നെയാണ്. നേരത്തെ കാണിച്ചപ്പോ കുറെ പേരുടെ ഒക്കെ കറക്റ്റ് തന്നെയായിരുന്നു, പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മള് ഈ മിഡിൽ ഫിംഗർ ഇല്ലേ, അത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴത്തെ പോലെ ഇങ്ങനെ വെക്കണ പോലെ വെക്കണം. തമ്പും ഇൻഡെക്സും ഇങ്ങനെ പിടിക്കണം കേട്ടാ. ഇങ്ങനെ ഒരു രീതിയിൽ പിടിക്കണം. ഞാൻ ഒന്നും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കിക്കോ നിങ്ങൾ, കറക്റ്റ് ആണോ? അതായത് സ്മൂത്ത് ആയിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങനെ പിടിക്കുന്നതായിരിക്കും നല്ലത്. പിടിച്ചു വന്നു നിങ്ങള്? നേരത്തെ പിടിച്ച പോലെ മനസ്സിലായല്ലോ അല്ലേ? ഫിംഗറ്, ഈ 2 ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് ഈ മിഡിൽ ഫിംഗർ ഇവിടെ ഇങ്ങനെ ഇരിക്കും, സപ്പോർട്ട് ചെയ്യണ പോലെ. സ്ക്രീൻ കാണുന്നില്ല. മനസ്സിലായി. ഓക്കെ. മനസ്സിലായല്ലേ? ഓക്കെ. പിന്നെ ഭയങ്കരമായിട്ട് അടിയിലേക്ക് ഇറക്കി പിടിക്കാനും പാടില്ല, ഭയങ്കരമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി പിടിക്കാനും പാടില്ല. ഒരു ഇതിലായിട്ട് ഇങ്ങനെ പിടിക്കണം. ചില പെണ്ണിനൊക്കെ ഒരു ഗ്രിപ്പ് ഉണ്ടാവും, അവിടെ ഇങ്ങനെ പിടിച്ചാൽ മതിയോ. അപ്പോഴൊക്കെ ആയിരിക്കും നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോ നമ്മൾക്ക് എന്താണ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് ടിപ്സുകളാണ് മിസ് പറഞ്ഞു തന്നത്. ഇനി ഒരുപാട് പ്രാക്ടീസുകളും ടിപ്സുകളൊക്കെ ഉണ്ട്, നമ്മൾക്ക് അതിനുള്ള ടൈമും ഇല്ല. സർ വൈൻഡ് അപ്പ് ചെയ്യാലോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ടീച്ചർ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു അല്ലെ? നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട് ചെയ്തോ? ഓക്കെ. അപ്പോ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാം പറഞ്ഞ പ്രാക്ടീസുകൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം. ഓക്കെ. മാം ഇപ്പൊ കുറെ പ്രാക്ടീസുകൾ പറഞ്ഞു തന്നില്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നല്ല ഫ്ലെക്സിബിൾ ആകും. അതേപോലെ തന്നെ നമ്മൾ പെൻ പിടിക്കുന്നത് കൃത്യമാകും. നമ്മള് നോട്ട് പിടിക്കുന്നത് വെക്കുന്നത് കറക്റ്റ് ആകും. പിന്നെ നമുക്ക് നല്ല രീതിയിൽ പതുക്കെ ആ പറഞ്ഞ മെത്തേഡുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും അല്ലെ, എം എഴുതുന്നത് പോലെ ഇങ്ങനെ ഒരു എൻ എഴുതുക, അതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യുക? യു എഴുതുന്നത് പോലെ ഇങ്ങനെ എഴുതുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്താണ് വീട്ടിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. ഇനി മാമിന്റെ നമ്പർ ആവശ്യം ഉണ്ടെങ്കിൽ സജന മാമിന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. മാമിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് മാമിന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാമിന് മെസ്സേജ് അയക്കുക. മാമിന്റെ ചാറ്റ് ബോക്സിൽ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാറ്റ് ബോക്സിൽ നമ്പർ ഇടുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ തിങ്കളാഴ്ച മുതൽ ഇതിന്റെ ഒരു
ഒരു മാസത്തെ വർക്ക്ഷോപ്പ് കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതില് 10 സീറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ ഇതേപോലെ ഇരുന്നിട്ട് 1 by 1 ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ സ്പീഡ് റൈറ്റിംഗ്, കേഴ്സീവ് റൈറ്റിംഗ്, ഡിസൈൻ റൈറ്റിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി സൂപ്പർ, നേരത്തെ ഇവിടെ മാം പറഞ്ഞ പോലെ തന്നെ ഒരു വാവ് രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. 1000 രൂപയാണ് അതിന് ഫീ വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. 1200 രൂപയാണ് ന്യൂ അഡ്മിഷന്. വിംബിളിൽ നേരത്തെ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 1000 രൂപക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ തിങ്കളാഴ്ച മുതൽ ഒരു മാസമായിരിക്കും അതിൽ ക്ലാസ് ഉണ്ടാവുക. ആഴ്ചയിൽ 5 ദിവസം ഉണ്ടാകും. ഇതേപോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ 7 മുതൽ 8 വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവര് നമ്മളുടെ മാമിനെയോ അതല്ലെങ്കിൽ നമ്മുടെ അക്കാദമിയോ ഒക്കെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറുടെ നമ്പർ ഇവിടെ സജ്ജന എന്ന് പറഞ്ഞിട്ട് 7034586123 ഈ നമ്പറിലായിരിക്കും. നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ പാരന്റ്സ് അടുത്തുണ്ടോ? പാരന്റ്സ് അടുത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതന്നെ പാരന്റ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി അവരെ. ഇപ്പൊ ഇന്ന് കാണിച്ച രൂപത്തിൽ ഒന്ന് അവരെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആവും. എല്ലാ ക്ലാസ്സിലും ഇരിക്കേണ്ടി വരുമോ സാറേ? അല്ല, അതായത് ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇന്നത്തെ ഇപ്പൊ ഈ ഒരു ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇപ്പൊ ഈ ഒരു ഡെമോ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, കുട്ടിയുടെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാം എന്തായിരുന്നാലും അതിന്റെ പ്രാക്ടീസ് കൃത്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലെ? അതെ, കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും. 7 to 8 PM ആയിരിക്കും. അപ്പോഴും നമ്മൾ അവരെ ഇരുത്തിയിട്ട് നമ്മളത് ഓരോന്നും ചെയ്യിപ്പിക്കും. ഡെയിലി ഒരു 20 മിനിറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ മൊത്തം പ്രാക്ടീസ് തന്നെ ആയിരിക്കും. നമ്മളത് ഇവാലുവേറ്റ് ചെയ്യും. വാട്സപ്പിലും വീഡിയോസ് ആയിട്ടൊക്കെ നമ്മളത് അവരുടെ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെന്റ് നോക്കും. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പ്രിന്റ് ലെറ്റേഴ്സിന് ഇപ്പൊ ഞാൻ പ്രിന്റ് ലെറ്റേഴ്സിന്റെ സ്ട്രോക്കുകളൊക്കെയാണ് കാണിച്ചത്. ഇനിയും ഒത്തിരി സ്ട്രോക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റെഡി ആവുക. അത് കഴിഞ്ഞ കേഴ്സീവ് ലെറ്ററിന്റെ സ്ട്രോക്കുകൾ പഠിപ്പിക്കും. പിന്നെ കേഴ്സീവ് ലെറ്റർ, വേർഡ്സ്, സെന്റൻസ്, പാരഗ്രാഫ്, അങ്ങനെ ആ ഒരു രീതിയിൽ പോകും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ റൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കായിരിക്കും, ഒരു 3rd സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ പാരഗ്രാഫ് ആ ഒരു ലെവലിലേക്കൊക്കെ പോവുക കേട്ടാ. ഓക്കെ. ന്യൂ അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? പുതിയതായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആരെ കോണ്ടാക്ട് ചെയ്യേണ്ടത്? അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാനൊരു നമ്പർ ഇവിടെ കൊടുക്കാം, 9952373334. ഇത് നമ്മുടെ ഓഫീസ് നമ്പർ ആണ്. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ അഡ്മിഷൻ നിങ്ങൾക്ക് എടുത്തുതരാം. 10 അഡ്മിഷൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കൂടുതൽ ഒരു ബാച്ചിൽ നമ്മൾ 20 പേര് മാത്രമേ എടുക്കുള്ളൂ. കാരണം നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം പ്രാക്ടീസ് ആയിരിക്കും. 20 മിനിറ്റ് ക്ലാസ്സും പ്രാക്ടീസും ആയിരിക്കും നമ്മൾ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ എഴുതിയത് അയക്കാം. മാം അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതായിരിക്കും. ഒരു മാസം കൊണ്ട് 100% നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. എല്ലാ മാസവും ഇതിന്റെ എന്തായിരുന്നു മാം ചോദിച്ചത്? എല്ലാ മാസവും ഇതിന്റെ ക്ലാസ്സസ് ഉണ്ടോ? എങ്ങനെയാണ്? നമ്മള് പിന്നെ ഇപ്പോ ഈ ബാച്ച് നമ്മൾ തുടങ്ങുന്നു. ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു മാസത്തിലേ ഉണ്ടാവുള്ളൂ. ഏത് ടൈമിലാണ് കോണ്ടാക്ട് ചെയ്യാൻ സൗകര്യം? എപ്പോഴെങ്കിലും മെസ്സേജ് അയച്ചോളൂ. ഇപ്പൊ ഇതിന് ശേഷം മെസ്സേജ് അയച്ചോളൂ. കേട്ടോ. നമ്മള് ക്ലാസ് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ചൊരു പ്രിന്റ് നിങ്ങൾക്ക് ഒരു PDF അയച്ചു തരും. ഒരുപാടില്ല, അതൊന്ന് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ സിംഗിൾ ലൈനിലാണ് മെയിൻ ആയിട്ട് നമ്മളുടെ റൂൾഡ് നോട്ട്ബുക്കിലാണ് പ്രാക്ടീസുകൾ വരിക കേട്ടോ. ഇതൊരു സയന്റിഫിക് മെത്തേഡാണ്. ഓരോ സ്ട്രോക്കുകൾ പഠിപ്പിച്ച് അങ്ങനെ അവരുടെ ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയാക്കും. അതോടൊപ്പം തന്നെ പിന്നെ ഗ്രാജുവലി അവരുടെ സ്പീഡും കൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസുകളും കൊടുക്കുന്നുണ്ട്.
ക്ലാസ് ടൈം എങ്ങനെയായിരിക്കും? ക്ലാസ് ടൈമിംഗ് വരുന്നത് രാത്രിയാണ്. രാത്രി 7 മുതൽ 8 വരെയാണ് ക്ലാസ് ടൈമിംഗ് വരുന്നത്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന കുട്ടി? ഇപ്പൊ 10th-ലേക്കായി. 10th-ലേക്കായി. ഹാൻഡ് റൈറ്റിംഗ് എന്താ ഡിഫിക്കൽട്ടീസ് വരുന്നത്? സ്പീഡിന്റെ പ്രശ്നമാണോ? സ്പീഡും ഇല്ല. വീക്ക്നെസ്സോ? മൂന്നാം ക്ലാസ്സിലാണ് അപ്പൊ നമ്മള് 10th-ൽ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ ജോയിൻ ചെയ്തോ. ഇനിയിപ്പോ നമുക്ക് വെക്കേഷൻ കഴിഞ്ഞ സ്കൂളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അതിന് വല്ല റെമഡി ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അങ്ങനെ ഇപ്പൊ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോഴും നമ്മളത് പറഞ്ഞു കൊടുക്കട്ടെ എന്തൊക്കെയാ പ്രാക്ടീസുകൾ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. എക്സസൈസ് അത് നമ്മൾ വാട്സപ്പ് ത്രൂ അയച്ചു തരും കേട്ടോ. മാക്സിമം മിസ്സാവാണ്ട് നോക്കുക. കാരണം നമ്മൾ അവിടെ ഇരുത്തിട്ട് അങ്ങനെ അവരങ്ങനെ ചെയ്യിപ്പിക്കണതാണല്ലോ. ഇതിലെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ 1 month, പിന്നെ കുട്ടികളുടെ പല കുട്ടികളും പല ഇതിലായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ ഇമ്പ്രൂവ്മെന്റ് അനുസരിച്ച് നമ്മളൊരു 1 week ഒക്കെ 10 days ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യും നോക്കിയിട്ട് കേട്ടോ. അവരുടെ ഇമ്പ്രൂവ്മെന്റ് നോക്കിയിട്ട്. പിന്നെ അതിങ്ങനെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് എല്ലാ ദിവസവും എഴുതാനായിട്ട് നോക്കുക. പിന്നെ അത് സ്കൂൾ തുറക്കുമ്പോഴും ഒരു കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അവർക്ക് അത് ഈസി ആയിട്ട് വരും. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ തോന്നിയാലും പിന്നെ അത് നമ്മൾ ചെയ്ത് അവർക്ക് അതൊരു നമ്മളുടെ ആ ഒരു ഹാബിറ്റ് ആയിട്ട് മാറാതെ പോലെ എഴുതണത് ഇപ്പൊ റെഡി ആവും. റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഗുഡ്. അപ്പോ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് റെക്കോർഡ്സ് അവൈലബിൾ ആണോ സർ? റെക്കോർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് റെക്കോർഡ് കിട്ടുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ലൈവിൽ തന്നെ വരിക എന്നുള്ളതാണ്. റെക്കോർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. റെക്കോർഡിന് പരിമിതി ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. റെക്കോർഡും കൂടി കൊടുക്കാം, പ്രശ്നമില്ല. മാക്സിമം നിങ്ങളിൽ ഔട്ട്പുട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലൈവിൽ വന്ന് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഉള്ള പ്രോഗ്രാമുകൾ, ഫ്രീ വെബിനാറുകൾ നടത്താറുണ്ട്. അടുത്ത ഞായറാഴ്ച നമ്മൾ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പേപ്പർ കൊണ്ട് അതേപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നുള്ള ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. ഞായറാഴ്ച 7 മണിക്കാണ്. അപ്പൊ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ഫ്രീ വെബിനാറുകളുടെ ലിങ്കുകളൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല പ്രാക്ടീസിലൂടെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്ത സജിന മാമിനെ എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം, സ്നേഹം. ലവ് യു ഓൾ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. ഇത്ര നേരം ഏകദേശം ഒരു 1.5 മണിക്കൂർ എല്ലാവരും നല്ല ക്ഷമയോടുകൂടി പേഷ്യൻസോടുകൂടി ഇരുന്ന് ചെയ്തു. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.